ഓപ്പൺ ഫോറത്തിലേക്ക് സ്വാഗതം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ വിഷയം ന്യൂ ഏജ് സിനിമ ആൻഡ് ന്യൂ ഏജ് റിവ്യൂ, നവകാലത്തെ സിനിമയും നവകാലത്തെ നിരൂപണം അഥവാ റിവ്യൂ ഒക്കെ എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് ശ്രീ വി സി അഭിലാഷ്, ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ ആളൊരുക്കം എന്ന സിനിമ നമുക്കെല്ലാവർക്കും അറിയാം. അത് അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ ഫിലിമായിരുന്നു. ഇപ്രാവശ്യം പാൻ ഇന്ത്യൻ സ്റ്റോറി എന്ന സിനിമ ഈ വർഷം IFFKയിൽ മലയാളം സിനിമ ടുഡേ കാറ്റഗറിയിൽ അദ്ദേഹത്തിൻ്റെതായിട്ട് പ്രദർശനത്തിനുണ്ട്. അതുപോലെ നമ്മളോടൊപ്പം ഉള്ളത് സ്വാതിലക്ഷ്മി വിക്രം, അർജുൻ, രണ്ടുപേരും ഫിലിം ക്രിട്ടിക്കാണ്. അതോടൊപ്പം അർജുൻ ഫിലിം മേക്കർ കൂടിയാണ്, ഡോക്യുമെൻ്ററി ഫിലിം മേക്കർ കൂടിയാണ്. ശ്രേയ ശ്രീകുമാർ, ഫിലിം ക്രിട്ടിക്. ഇത്രയും പേരാണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ ന്യൂ ഏജ് സിനിമ ഇൻ ദ ന്യൂ ഏജ് സിനിമ ആൻഡ് ന്യൂ ഏജ് റിവ്യൂ, ഈ വിഷയത്തിൽ നമ്മളോട് നമ്മളെ പാനലിസ്റ്റുകൾ സംസാരിക്കും. ഈ നവകാലത്തെ ചലച്ചിത്ര നിരൂപണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ഞാൻ ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ ഞാനാണ് ഒരു അനുഭവസ്ഥൻ എന്ന് പറയാവുന്ന ഒരാൾ. പക്ഷേ എനിക്ക് എൻ്റെ ആദ്യ സിനിമ മുതൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള റിവ്യൂയിങ്ങിൽ രണ്ടാമത്തെ സിനിമയിൽ എത്തിയപ്പോഴാണ് ഇതിൻ്റെ ഒരു തീവ്രമായ ചില സാഹചര്യങ്ങളും സാധ്യതകളും എനിക്ക് മനസ്സിലാവുന്നത്. ഒന്നാമതായി, ആദ്യ സിനിമ ചെയ്യുമ്പോൾ ഞാനൊരു പുതിയ ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് അത്രയും കൗതുകത്തോടു കൂടി ഞാൻ ആളുകൾ എങ്ങനെ സിനിമയെ കാണുന്നു എന്ന് ഞാൻ നോക്കിക്കാണുകയായിരുന്നു. എന്നാൽ രണ്ടാമത്തെ സിനിമ, ആദ്യത്തെ സിനിമ അത്ര സാമ്പത്തികമായിട്ടുള്ള ഒരു വലിയ പ്രതീക്ഷ വച്ച് ചെയ്ത സിനിമയല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിജയത്തെക്കുറിച്ച് ഞാനോ അല്ലെങ്കിൽ ഒരു പരിധിവരെ അതിൻ്റെ നിർമ്മാതാവോ വിജയം ആഗ്രഹിച്ചെങ്കിലും പിന്നീട് അക്കാദമിക്കലി അതിന് വന്നിട്ടുള്ള ഒരുപാട് അംഗീകാരങ്ങൾ കാരണം ഞങ്ങൾ സാമ്പത്തികമായിട്ടുള്ള വിജയം പിന്നീട് എങ്ങനെ ഉണ്ടാവുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ റിവ്യൂയിങ്, ഇതിൻ്റെ ഒരു നിരൂപണം ഈ സിനിമയെ ആളുകൾ മൊത്തത്തിൽ എങ്ങനെ കണ്ടിരിക്കുന്നു എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ രണ്ടാമത്തെ സിനിമ തികച്ചും കൊമേഴ്ഷ്യലായിട്ട് ചെയ്തൊരു സിനിമയായിരുന്നു. സബാഷ് ചന്ദ്രബോസ് എന്നായിരുന്നു ആ പടത്തിൻ്റെ പേര്. ആ സിനിമ ചെയ്യുമ്പോഴാണ് ഇപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന നവകാലത്തെ ചലച്ചിത്ര നിരൂപണത്തിൻ്റെ പ്രസക്തി, അല്ലെങ്കിൽ അത് വിചാരിക്കുന്ന തലത്തിലേക്കാണോ ആ രീതിയിലാണോ അത് സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് മൊത്തത്തിലൊരു സംശയം തോന്നിയിട്ടുള്ളത്. വളരെ ഞാനൊക്കെ പണ്ട് വായിച്ചിട്ടുള്ള ചലച്ചിത്ര നിരൂപകർ, നാദിർഷ, കോഴിക്കോടൻ തുടങ്ങിയ ആളുകളുടെ ചലച്ചിത്ര നിരൂപണങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ പ്രായമല്ല, ആ സമയത്തല്ല, പഴയ പുസ്തകങ്ങൾ വായിച്ച അവരുടെ ചില പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. അതിനുശേഷം CS വെങ്കടേശ്വരനെ പോലുള്ള ആളുകളെ നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചന്ദ്രശേഖർ, അല്ലെങ്കിൽ GP, VK ജോസഫ്, ഷൺമുഖദാസ് സാറ്, ഇവരുടെയൊക്കെ, നമ്മുടെ ഇന്നിവിടെ വരേണ്ടിയിരുന്ന ജിതിൻ കേസ്, ഇവരുടെയൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഈ വളരെ കൊമേഴ്ഷ്യലായിട്ടുള്ളൊരു സിനിമയിലേക്ക് എത്തുമ്പോൾ ആ സിനിമയെ എനിക്ക് തോന്നിയിരുന്നില്ല പഴയകാല നിരൂപകരെ ആർക്കും ഈ വ്യക്തിപരമായി ആ ഫിലിം മേക്കേഴ്സിനോടോ അല്ലെങ്കിൽ ആ സിനിമയോടോ ദേഷ്യപ്പെട്ടിട്ട് ഒരു എഴുത്ത് അന്നൊന്നും ഉണ്ടായിരുന്നെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയല്ല. പ്രത്യേകിച്ച് ഞാനൊക്കെ നേരിട്ട് അനുഭവിച്ചതുകൊണ്ട്, അതായത് സിനിമ കാണാതെ തന്നെ റിവ്യൂ ഉണ്ടായിട്ടുണ്ട്. സബാഷ് ചന്ദ്രബോസ്, ഇത് തന്നെയല്ലേ വിഷയം, ഞാനീ പറയുന്നത് തന്നെയല്ലേ. ഞാൻ സബാഷ് ചന്ദ്രബോസ് റിലീസിൻ്റെ 10 മണിക്കായിരുന്നു എടപ്പള്ളിയിൽ അത് ആദ്യത്തെ ഷോ, വിനീത തിയേറ്റർ. പക്ഷേ 8 മണിയായപ്പോൾ അതിൻ്റെ റിവ്യൂ വന്നു പടത്തിൻ്റെ. ഒരു തിയേറ്ററിൽ പടത്തിന് റിവ്യൂ വന്നു, ഒരാൾ റിവ്യൂ ഇട്ടു. പടം വെറും ആ ഭാഷ തന്നെ പറയാം, വെറും തൊട്ടിപ്പടം എന്നായിരുന്നു ആദ്യത്തെ റിവ്യൂ. ഞങ്ങളാകെ വിഷമിച്ചു. അപ്പോൾ അതിലെ നായകനായ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഉടൻ തന്നെ അവനൊരു ലൈവിൽ വന്നിട്ട് ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്, പടം കണ്ടിട്ട് പോരേ ചേട്ടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇട്ടു. അങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. അത് കഴിഞ്ഞ് പറയാമല്ലോ, നിങ്ങൾ ഇടപെടണം കേട്ടോ, ഞാനില്ലാന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ പറഞ്ഞു പോകും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ വിഷയത്തിൻ്റെ എനിക്കറിയാവുന്ന വിഷയമാണ് ഞാനീ പറയുന്നത്. അപ്പം ചോദ്യങ്ങൾ വരുമ്പോഴാണ് നിസാം അത് കഴിഞ്ഞ് ആ സിനിമ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ
ഭയങ്കര അഭിപ്രായം ഉണ്ടാക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ആഘോഷിക്കുന്ന ഏറ്റവും വലിയൊരു റിവ്യൂവർ യൂട്യൂബ് റിവ്യൂവർ ആണല്ലോ. ആ റിവ്യൂവർ ഞാൻ ഈ നമ്മുടെ പ്രിൻ്റ് മീഡിയയിൽ വരുന്ന ഇവരൊക്കെ ചെയ്യുന്ന റിവ്യൂവിങ്ങിനെ പറ്റി എനിക്ക് പറയാനുണ്ട്. പക്ഷേ അതിനെക്കുറിച്ചല്ല എനിക്ക് ആദ്യം പറയാനുള്ളത്. ഈ നവകാലത്തെ റിവ്യൂ എന്ന് പറയുമ്പോൾ ഇത് പറയണമല്ലോ, യൂട്യൂബ് വിഷ്വൽ റിവ്യൂ. ഇവിടെ ആഘോഷിക്കുന്ന ഒരു താര നിരൂപകൻ എൻ്റെ പടത്തിന് സബാഷ് അഭിലാഷ് എന്ന് പറഞ്ഞിട്ട് ഒരു തമ്പനയില കൊടുത്ത് യൂട്യൂബിലിടുകയും അത് ഒരുപാട് പേര് എനിക്ക് അയക്കും. ഞാൻ സന്തോഷിച്ചു. പക്ഷെ അതിൻ്റെ താഴെ നമ്മുടെ ഓപ്പോസിറ്റ് കളിക്കുന്ന സിനിമയുടെ ആളുകൾ വന്നിട്ട്, ആളുകളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, തുടർച്ചയായിട്ട് 10-350 കമൻസ്. കൂറപ്പടം പോയി സീതാരാമൻ കാണൂ, തൊട്ടിപ്പടം പോയി സീതാരാമൻ കാണൂ, ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഇത് ഒരേപോലെ ഇങ്ങനെ ആവർത്തിക്കുകയുണ്ടായി. ഞാനതിനെയും റിവ്യൂ ആയിട്ടാണ് കാണുന്നത്. പക്ഷേ അത് ആ സിനിമയെ ശരിയായ സിനിമ കണ്ടിട്ടാണ് ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ കൊമേഴ്ഷ്യൽ സിനിമ എടുക്കുമ്പോഴാണ് എനിക്ക് ഇത്രയും വലിയ വിഷമം വരുന്നത്. പിന്നീട് നമ്മൾ പാൻ ഇന്ത്യൻ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇവിടെ IFFKയിൽ കളിക്കുന്ന സിനിമ, അതിൻ്റെ റിവ്യൂ ഇപ്പോൾ ഞാനും സ്വാതിയായിട്ട് സംസാരിക്കണം. അതായത് നമ്മൾ ആ സിനിമ ഇങ്ങനെ ആളുകൾ അതിനെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ ചീത്ത പറഞ്ഞാലും സ്വീകരിക്കണമെന്നുള്ള മനസ്സ് പക്വമാവാൻ എനിക്ക് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഈ തിയേറ്റർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഈ റിവ്യൂ എക്സ്പീരിയൻസ് എനിക്ക് സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ നല്ല അഭിപ്രായങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. അതുകൊണ്ടൊരു നെഗറ്റീവ് അഭിപ്രായം വന്നാലും ഞാൻ സ്വീകരിക്കും. അതിനെന്നെ പ്രാപ്തനാക്കി. പക്ഷേ ഞാൻ ഈ വിഷ്വൽ റിവ്യൂസ് ഉണ്ടാക്കുന്ന അപകടത്തെക്കുറിച്ച്, അത് ശരിയായ റിവ്യൂസ് അല്ല വന്നുകൊണ്ടിരിക്കുന്നത്, അതിന് പല ഉദ്ദേശങ്ങളുണ്ടെന്നും ഒരു സിനിമയെ കയറിപ്പോയാൽ മറ്റേ ഞണ്ടിൻ്റെ പരിപാടി പോലും അതിനെ താഴ്ത്തിയിടാനായിട്ടുള്ള ശ്രമങ്ങളും ഉണ്ടാകും എന്ന ബോധ്യം എനിക്കുണ്ട്. ഇതിൻ്റെ ഒരു ആഘാതത്തിലുള്ള, ഞാൻ വലിയൊരു ആഘാതത്തിൽ ബൗദ്ധികമായിട്ട് ചിന്തിക്കുന്ന ഒരാളല്ല. പക്ഷേ അങ്ങനെ ആഘാതത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഞാനും അതിൽ പങ്കുചേരാം. First of all, I don't know, is it okay to call myself a critic? I was introduced as one. So we should really differentiate between a critic and a reviewer. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ വീഡിയോസ് അതെല്ലാം പോപ്പുലിസ്റ്റ് ഒപ്പീനിയൻസ് മാത്രമാണ്. അത് നമുക്കൊരു അവർ സിനിമയെ പറ്റിയിട്ട് ഫിലിം സ്റ്റഡീസിലൊക്കെയോ അല്ലെങ്കിൽ ഫിലിം സ്കൂളിലൊക്കെ പോയി പഠിച്ചിട്ട് വന്ന് പറയുന്നതല്ല. എല്ലാവരും അവരുടെ അഭിപ്രായം പറയുന്നതാണ്. ഇപ്പോൾ വീഡിയോയിലാവുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഇന്ന് ഞാൻ ഒരു സ്റ്റോറി ചെയ്ത് കൊടുത്തു, നാളെ പത്രത്തിൽ വരുമ്പോൾ എത്ര ആൾക്കാർ വായിക്കും എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഡിലേഡ് ആണ്. എനിക്ക് കിട്ടുന്ന റെസ്പോൺസ്, സ്വാതി ഞാനിത് വായിച്ചു, എനിക്കറിയില്ല അതിൻ്റെ റെസ്പോൺസ് എന്താണെന്ന് പിന്നീട് ചിലപ്പോൾ കിട്ടും, കിട്ടിയാൽ കിട്ടി. പക്ഷേ ഒരു വീഡിയോയിലാവുമ്പോൾ ഇപ്പോൾ ഈ അശ്വന്ത് ഗോക്ക് അവരൊക്കെ ചെയ്യുന്ന വീഡിയോസിൽ അവരിനി എത്ര ഗിമ്മിക്കുകളൊക്കെ ഉപയോഗിച്ചെന്ന് പറഞ്ഞാലും ഇവർ നമ്മുടെ മുന്നിൽ വന്നിരുന്ന് സംസാരിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഒരു വീഡിയോ കാണുമ്പോൾ ഇയാളിത് നമ്മളോട് പറയുവാണല്ലോ, അയാൾ സിനിമ കണ്ടിട്ട് അയാളുടെ അഭിപ്രായം നമ്മളോട് പറയുകയാണെന്ന് തോന്നുവാണ്. അത് പലപ്പോഴും പല സിനിമകളെയും നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പല സിനിമകളെയും അവർ ഉന്നം വെച്ച് അവർ പറയുന്നുണ്ട്. അങ്ങനെ നിരവധി ആരോപണങ്ങളുണ്ട്. അത് പലതും ശരിയുമായിരിക്കാം, ഞാൻ ഇതിനെ പറ്റിയിട്ട് പറയുന്നില്ല. ആൻഡ് എനിക്ക് തോന്നുന്നത് ഇപ്പം നെഗറ്റീവ് റിവ്യൂ നമ്മൾ സിനിമയെ ബാധിക്കും എന്ന് പറയുന്ന പോലെ തന്നെ പോസിറ്റീവ് റിവ്യൂസും സിനിമയെ ബാധിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു സിനിമയ്ക്ക് ഒരുപാട് പോസിറ്റീവ് റിവ്യൂ വരുന്നു, നെഗറ്റീവ് റിവ്യൂകൾ ഇപ്പം ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലയിൽ അപ്പോൾ നെഗറ്റീവ് റിവ്യൂ അക്സെപ്റ്റ് ചെയ്യാൻ അദ്ദേഹം റെഡിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ പോസിറ്റീവായിട്ട് ഒരുപാട് റിവ്യൂസ് വരുന്ന നിരവധി സിനിമകളുണ്ട്. അപ്പം അത്തരം റിവ്യൂസ് വരുമ്പോൾ ഇതേ ടെംപ്ലേറ്റിൽ ഇതേ ട്രെൻഡിൽ സിനിമകൾ ഇറക്കിയാൽ വിജയിക്കാം എന്നൊരു സാധ്യത കൂടെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ സിനിമ ആസ് എ മീഡിയം അതവിടെ ഫ്രീസ് ആവുകയാണ്. അത്തരം ഒരു ട്രെൻഡിന് കൂടെ അത് വഴിയൊരുക്കി കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ പിന്നീട് അതേ ടെംപ്ലേറ്റിൽ വരുന്ന പടം ചിലപ്പോൾ വിജയിക്കണമെന്നൊരു നിർബന്ധവുമില്ല. അപ്പോൾ പോസിറ്റീവ് റിവ്യൂസിനും നെഗറ്റീവ് റിവ്യൂസിനും അതിൻ്റേതായ ബെനിഫിറ്റും അതിൻ്റേതായ പ്രശ്നങ്ങളും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബാക്കി പിന്നെ എനിക്ക് പറയാനുള്ളത് നിരൂപണത്തിൻ്റെ കുറച്ച് ലിമിറ്റേഷനെ കുറിച്ചാണ്, പ്രത്യേകിച്ച് ഇന്ത്യൻ സാഹചര്യങ്ങളിൽ. അപ്പോൾ സിനിമാ നിരൂപണത്തിൻ്റെ അകത്ത് പലതരത്തിലെ സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. ഇപ്പം ഒരു 90കളൊക്കെ നോക്കുവാണെങ്കിൽ ഒരു വലിയ ഡിബേറ്റ് ആയിരുന്നു പോസ്റ്റ് തിയറി എന്ന് പറയുന്ന ആശയവും ഈ സൈക്കോ അനാലിസിസ് ഒക്കെ പറയുന്ന ഒരു അല്ലെങ്കിൽ മാർക്സിസ്റ്റ് രീതിയിലെ ചിന്താഗതി തമ്മിലുള്ള ഒരു ഡിബേറ്റ്. അപ്പോൾ ഈ സൈക്കോ അനാലിസിസ് ഒക്കെ പറയുന്നത് അധികാര ബന്ധങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സിനിമാ നിരൂപണം ഉപയോഗിക്കാവുന്ന ഒരു മെത്തഡോളജി ആയിരുന്നു.
അതേസമയം ഈ ബോർഡ്വെല്ലിൻ്റെ ഒക്കെ പോസ്റ്റേറിയ പറഞ്ഞ ആശയത്തിൽ പൊതുവെ നിലനിൽക്കുന്നത് ഒരു കാഴ്ചക്കാരൻ സിനിമ കാണുന്നു, സിനിമയ്ക്ക് അതിൻ്റേതായ രാഷ്ട്രീയമില്ല, അങ്ങനെയൊന്നുമില്ല, തിയേറ്ററിൽ പോയി കാണുന്നു, അന്നേരം കാണുന്ന എക്സ്പീരിയൻസ് ആണ് സിനിമ എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇന്ത്യയിൽ വരുമ്പോഴും ഇപ്പോൾ ഇന്ത്യൻ ആലോചനയിൽ സിനിമ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരു അനുഭൂതി തലത്തിലാണ്. അതാണ് ഇതിൻ്റെ ഒരു ബേസ്. ഇപ്പോൾ രസ തിയറി എന്നൊക്കെ പറയും, രസാശയങ്ങൾ, അതൊക്കെ അങ്ങനെ നിൽക്കുന്നതാണ്. അത് പറഞ്ഞു വന്നൊരു കാര്യം എന്താ വെച്ചാൽ, അതോട് ഇന്ത്യൻ ആശയത്തിൻ്റെ അകത്ത് തന്നെ ഈ അധികാര ബന്ധങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഇന്ന് നമുക്കൊരു ആശയമില്ല സിനിമാ നിരൂപണത്തിൽ. അങ്ങനെ എഴുതാനൊരു ആശയമില്ല. നമുക്കുള്ളതൊക്കെ പാശ്ചാത്യ ആ രീതിയിൽ വികസിക്കപ്പെട്ട ആലോചനകളും ചിന്തകളുമാണ്. അപ്പോൾ ഇതിന് ഉദാഹരണമായിട്ട് ഇവിടെ IFFKക്ക് എൻ്റെ സുഹൃത്തിൻ്റെ പടം ഉണ്ടായിരുന്നു, അഭി കുന്തക്ക് എന്ന് പറഞ്ഞിട്ട്. പടത്തിൻ്റെ പേര് ഡിവാസ്റ്റേറ്റഡ് എന്നാണ്. അത് അയച്ചായിരുന്നു, അത് കിട്ടിയില്ല. അത് ഇന്ത്യൻ കോമ്പറ്റീഷനിലേക്ക് അയച്ചാണ്, ആ സിനിമ എടുത്തില്ല. അപ്പോൾ ആ സിനിമയുടെ കഥ എന്താണെന്ന് വെച്ചാൽ, മുസ്ലിം വ്യക്തികളെ ജനനേന്ദ്രത്തിൽ വെടിവെച്ച് കൊല്ലുന്ന ഒരു എൻകൗണ്ടർ ഓഫീസറെ കുറിച്ചാണ് ആ സിനിമയുടെ ആശയം. പിന്നീട് സിനിമേൻ്റെ ഒരു എന്താ പറയുക, ഒരു കഥ പറച്ചിൽ രീതി എന്ന് പറയുന്നത് പലപ്പോഴും ഇൻ്റർകട്ട് ചെയ്യുകയാണ് മൂപ്പർ ചെയ്യുന്നത്. അപ്പോൾ ഒരു വട്ടം ഇയാൾ തൻ്റെ ഭാര്യയോട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. ഞാൻ ഒരു മുസ്ലിമിൽ നിന്ന് വെടിവെച്ച് കൊന്നു, അപ്പം അവൻ്റെ ചോരയെക്കുറിച്ചും അതിൽ കിട്ടിയ ആസ്വാദനത്തെക്കുറിച്ച് സംസാരിക്കും. അടുത്ത ഘട്ടിൽ ഇയാൾ നേരെ ഭഗവത്ഗീതയിലേക്ക് പോകും. ഭഗവത്ഗീതയിൽ നിന്ന് ഈ അർജുനനും കൃഷ്ണനും തമ്മിലുള്ള തർക്കമുണ്ട്, യുദ്ധത്തിനെ ന്യായീകരിച്ചുകൊണ്ട്. അപ്പോൾ അംബേദ്കറൊക്കെ അതിനെ വിമർശിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇൻ്റർകട്ട് ചെയ്യും. അങ്ങനെ ഇൻ്റർകട്ട് ചെയ്ത് ഈ പറയുന്ന വെടിവെപ്പ് അല്ലെങ്കിൽ എൻകൗണ്ടർ എന്ന് പറയുന്നത് തന്നെ എങ്ങനെയാണ് ഒരു റിച്വലിൻ്റെ സ്വഭാവത്തിൽ വരുന്നതിലാണ് ഒരു സിനിമയുടെ ആശയം. അപ്പോൾ ഈ സിനിമ ഇവിടെ എടുക്കാത്ത ഞാൻ പറഞ്ഞു വെച്ചാൽ, ഈ സിനിമ ഇത് എന്തുകൊണ്ട് ഇവിടെ എടുത്തില്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി എനിക്ക് പോയിട്ടുള്ള വെച്ചാൽ, ഇത് മനസ്സിലാക്കാനുള്ള ഒരു ആലോചന നമുക്ക് ഉണ്ടായിട്ടില്ല എന്നാണ്, അല്ലെങ്കിൽ അതിലൊരു ഭാഷ ഉണ്ടായിട്ടില്ല എന്ന്. എന്നെ ഈ സിനിമ എങ്ങനെ സഹായിച്ചു എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹിന്ദുത്വം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു സ്പിരിച്വൽ തലം ഉൾക്കൊണ്ടുകൊണ്ട് ആദ്യത്തെ സിനിമയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് പൊതുവേ നോക്കിയാൽ നമുക്ക് ഇതിനെ ഒരു സ്ട്രോങ് സിനിമയില്ല. ആകെ ഇപ്പോൾ പത്തൊടനൊക്കെയാണ് പറയുന്നത്. പത്തൊടൻ്റെ സിനിമകളാണെങ്കിൽ തന്നെ അത് വളരെ റിയലിസവും ഒരു ജേർണലിസ്റ്റിക് അപ്രോച്ചിലാണ് നടക്കുന്നത്. അതല്ലാതെ ഇതിൻ്റെ ഒരു ആത്മീയ തലത്തിലെ ചോദ്യങ്ങളൊന്നും അത് കൺഫ്രണ്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമുണ്ട്, ശുഭ് മാത്തൂർ എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയ എവറിഡേ ലൈഫ് ഓഫ് എ ഹിന്ദു നാഷണലിസ്റ്റ് എന്നാണ് പേര് ഒന്ന്. അതെ, അങ്ങനെ ഒരു പുസ്തകമുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഗുജറാത്ത് കലാപത്തിലൊക്കെ ഉണ്ടായ ഒരു തരം റിച്വൽ സ്വഭാവത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ പൊതുവേ നമ്മൾ ഈ പറയുന്ന ആശയങ്ങളെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഈ ഭൗതിക അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക്കായ അല്ലെങ്കിൽ സാമ്പത്തികപരമായ ചിന്തകൾക്കപ്പുറം ഇതിനൊരു ആത്മീയ ലെയർ ഉണ്ടെന്നും അതിന് ഒരു റിച്വൽ സ്വഭാവം ഉണ്ടെന്നും, പ്രത്യേകിച്ച് അവിടെ വംശഹത്യക്കൊക്കെ റിച്വൽ സ്വഭാവം ഉണ്ടെന്നും മൂപ്പർ സമർപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ആദ്യത്തെ സിനിമയായിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിരൂപണം എന്ന് പറയുന്നത് ഈ സിനിമയിൽ ഈ ആശയം വെച്ചിട്ട് ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കാൻ ഒരു പുതിയ ഭാഷ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി കുറച്ചും കൂടി ഗ്ലോബലായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഇന്ന് സിനിമാ നിരൂപണത്തിൽ അല്ലെങ്കിൽ കലാനിരൂപണത്തിൽ ഈ നിരൂപണം പറഞ്ഞ ആശയം ഓൾമോസ്റ്റ് അവസാനിച്ചിട്ടുണ്ട്. അപ്പം പൊതുവേ ഇപ്പം നടക്കുന്ന കാര്യം എന്താ വെച്ചാൽ, എല്ലാവരും പ്രൈസ് ചെയ്ത് പറയാമെന്നില്ലാണ്. നമ്മൾ ഈ ഓൺലൈൻ രീതിയിൽ പറയുന്നതല്ല പറയുന്നത്, ഞാൻ അതിൻ്റെ പ്രോപ്പർ രീതിൻ്റെ അകത്ത് പലപ്പോഴും നിരൂപണം പറഞ്ഞ കാര്യം അവസാനിച്ചിട്ടുണ്ട്. ഒരു ആഫ്രിക്കൻ കലാകാരൻ പെയിൻറ്റർ മെക്കൻസി എന്ന പേര് വന്നു. അപ്പം അവർ തന്നെ പറയുന്നുണ്ട്, നിരൂപണം പ്രത്യേകിച്ച് നെഗറ്റീവ് നിരൂപണം എന്നത് കംപ്ലീറ്റ്ലി പുറത്തേക്ക് പോയി. ഇപ്പോൾ എല്ലാവരും കല ആസ്വദിക്കുക, എല്ലാവരും ബഹുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമെന്നില്ലാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നിരൂപണത്തിൻ്റെ അകത്ത് തന്നെ ഒരു ഭാഷാപരമായ ലിമിറ്റേഷൻ കാരണമാണ്. അതുകൊണ്ട് പറഞ്ഞു വന്നൊരു അല്ലെങ്കിൽ എനിക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഒരു നിരൂപണത്തിൽ പുതിയ ഭാഷ ഉണ്ടാക്കേണ്ടതുണ്ട്. അതിലൂടെ മാത്രമേ നമുക്ക് നിരൂപണത്തെ നവീകരിക്കാൻ പറ്റുള്ളൂ. അതിലൂടെ മാത്രമേ നമുക്ക് പുതിയ കാല ചോദ്യങ്ങൾ അല്ലെങ്കിൽ സിനിമയിലോ കലയിലോ ഉന്നയിക്കുന്ന പുതിയ കാല ചോദ്യങ്ങളെ കൺഫ്രണ്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന കാര്യമാണ്. സിനിമ എന്ന ഒരു ആർട്ട് ഫോമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ, അതിൻ്റെ സർവൈവൽ സാധ്യമാക്കുന്ന ഒന്നായിട്ടാണ് ഈ സിനിമയെ സംബന്ധിച്ചിട്ടുള്ള ആലോചനകളാണെങ്കിലും പഠനങ്ങളാണെങ്കിലും വിമർശനങ്ങളും ഒക്കെ ആണെങ്കിലും അതിൻ്റെ സർവൈവൽ സാധ്യമാക്കുന്ന ഒന്നായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നമ്മൾ ആദ്യം തന്നെ പ്രധാനമായിട്ടും വിവേചിച്ചറിയേണ്ട ഒരു കാര്യം സിനിമാ നിരൂപണങ്ങളും സിനിമാ റിവ്യൂവും രണ്ടാണെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന രണ്ട് ആശയങ്ങൾ കൂടിയാണിത്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് സിനിമ റിവ്യൂകളെ കുറിച്ചാണ്. മുൻപ് സൂചിപ്പിച്ച പോലെ കാലാകാലങ്ങളായിട്ട് സിനിമയുടെ വിഷയ സ്വീകരണത്തിലും അതേപോലെ തന്നെ സിനിമയുടെ പരിചരണത്തിലുമൊക്കെ കൈവന്നിട്ടുള്ള മാറ്റങ്ങൾ പോലെ തന്നെ ഈ സിനിമ റിവ്യൂകളിലും ധാരാളമായിട്ട് മാറ്റങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് നമുക്ക് നോക്കിയാൽ കാണാം, ഒറ്റ വാക്യത്തിലേക്കോ അല്ലെങ്കിൽ ഒറ്റ വാക്കിലേക്കോ ഒക്കെ ആ സിനിമയെ ഒറ്റയടിക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ നമ്മുടെ ഫിലിം റിവ്യൂകൾ മാറിയിട്ടുണ്ട്. ഈ വാക്കുകൾ പിന്നെ സെൻസേഷനായിട്ട് മാറുകയാണ്. അപ്പോൾ ആ സിനിമയുമായിട്ട് നമുക്ക് ഏറ്റവും അധികം കണക്ട് ചെയ്യാൻ പറ്റുന്ന സംഗതിയായിട്ട് ആ വാക്ക് മാറുകയാണ്.
ഈ ചുരുക്കം എന്ന് പറയുന്നത് സിനിമ റിവ്യൂയിങ്ങിൽ മാത്രം സംഭവിക്കുന്ന കാര്യമായിട്ട് തോന്നുന്നില്ല. ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന റീലുകളാണെങ്കിലും ചെറിയ ചെറിയ കുറിപ്പുകളാണെങ്കിലും ഒക്കെ എല്ലാം ചുരുങ്ങുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമ്മുടെ കാഴ്ചാ സംസ്കാരവും അതേപോലെ തന്നെ നമ്മുടെ വായനാ സംസ്കാരവും ഒക്കെ രൂപപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് തന്നെയാവും ഈ പറയുന്ന സിനിമ റിവ്യൂകളും ഇങ്ങനെ ചുരുങ്ങി വരുന്നത്. പക്ഷേ നമ്മളിതിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ആർക്കും സിനിമയെക്കുറിച്ച് റിവ്യൂ എഴുതാം എന്നുള്ള തരത്തിലേക്ക് സിനിമാ നിരൂപണത്തിൻ്റെ അല്ലെങ്കിൽ സിനിമയെ സംബന്ധിക്കുന്ന ആലോചനകളുടെ ലോകം ജനാധിപത്യവൽക്കരിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഇപ്പോൾ ഒരു സിനിമ കണ്ട് നമ്മൾ തിയേറ്ററിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൊട്ട് നമ്മളെ ഫിലിം റിവ്യൂവർ ആക്കാൻ വെമ്പുന്ന ഒരു മാധ്യമ സംസ്കാരമാണ് ഇവിടെ നിലനിൽക്കുന്നത്. നിങ്ങൾ തിയേറ്ററിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തൊട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ക്യാമറകളുമായിട്ട് മീഡിയാസ് എത്തുന്നു, സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കുന്നു. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയ വഴി, ഇപ്പോൾ ഉദാഹരണത്തിന് ഫേസ്ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന വാട്ട്സ് ഓൺ യുവർ മൈൻഡ് എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് ചോദിക്കുന്ന ഒരു മാധ്യമ സംസ്കാരം നിങ്ങൾ കണ്ട സിനിമയെക്കുറിച്ചുള്ള ആലോചനകൾ പങ്കുവയ്ക്കാൻ ഒരു വലിയ വേദി ഒരുക്കുന്നുണ്ടെന്നുള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഒരേ സമയം ഇതൊരു പാർട്ടിസിപ്പേറ്ററി കൾച്ചറും അതേപോലെ തന്നെ ഒരു പ്രൊപ്പഗണ്ട കൾച്ചറും നിർമ്മിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു സിനിമയുടെ വിജയ പരാജയങ്ങളെ നിർണ്ണയിക്കുന്ന തരത്തിലേക്ക് സിനിമ റിവ്യൂകൾ രൂപാന്തരപ്പെടുന്നുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ പാരലായിട്ട് ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ ഫിലിം ക്രിറ്റിസിസം പോകുന്നുണ്ട്. ഇതിൻ്റെ പാരലായിട്ടാണ് പോകുന്നത്. അത് വേറൊരു മേഖലയാണ്, കുറേ കൂടി അക്കാദമികമായിട്ടുള്ള വേറൊരു മേഖല അവിടെ നടക്കുന്നുണ്ട്. വേറെ ഫിലിം സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾ നടക്കുന്നുണ്ട്. പ്രാഥമികമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് പുതിയ കാലത്തെ ഫിലിം റിവ്യൂകളെക്കുറിച്ച് ഉള്ള വിഷയമാണ്. അതാണ് പ്രാഥമികമായിട്ട് എത്രയുമാണ് പറയാനുള്ളത്. വിഷയം ഓഡിയൻസിലേക്ക് വിടുന്നതിന് മുമ്പായിട്ട് എനിക്ക് പാനലിസ്റ്റുകളോടൊരു ചോദ്യമായിട്ട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ നിലവിൽ നമ്മൾ എല്ലാവരും സംസാരിച്ച കൂട്ടത്തിൽ സംസാരിച്ചൊരു കാര്യമാണ് റിവ്യൂവും അതുപോലെ തന്നെ നിരൂപണവും തമ്മിലുള്ള യഥാർത്ഥത്തിലുള്ള വ്യത്യാസം. അതിനെ സംബന്ധിച്ച് നമുക്കെല്ലാവരും ഏതാണ്ട് ഒരേ അഭിപ്രായമാണെന്ന് തോന്നുന്നു, പാനലിസ്റ്റുകൾക്കെല്ലാം. അപ്പോൾ അതിൽ കുറച്ചുകൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്യുകയാണെങ്കിൽ, അത് നിരൂപണം കുറച്ചുകൂടെ സിനിമയെ ചരിത്രവൽക്കരിക്കുകയും അതിൻ്റെ ചരിത്ര പ്രാധാന്യത്തെയും അതിൻ്റെ മീഡിയ എന്ന നിലത്തിലുള്ള അതിൻ്റേതായ ചില ഭാഷയുടെയും അതിൻ്റെ വളർച്ചയുടെയും ഒക്കെ കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സാധനമായി നിൽക്കുകയും, റിവ്യൂ എന്നുള്ളത് പെട്ടെന്ന് ഇമ്മീഡിയറ്റായിട്ട് ഉള്ള, ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന പോലെ സിനിമാ തിയേറ്ററിൽ നിന്ന് പെട്ടെന്ന് പുറത്തിറങ്ങിയാൽ ഉടനെ തന്നെ കിട്ടുന്ന റിവ്യൂ ചോദിക്കുന്ന പോലെ ഒരു ചോദ്യമായിട്ടുള്ള അല്ലെങ്കിൽ പ്രതികരണമായിട്ട് റിവ്യൂ മാറുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ രണ്ട് തരത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടിനെ നമുക്ക് എങ്ങനെ ഈ പറഞ്ഞ പോലെ വേർതിരിച്ച് വീണ്ടും കാണാം, കുറച്ചുകൂടി ശക്തിപ്പെടുത്താം, നിരൂപണത്തെ കൂടുതൽ എങ്ങനെ ശക്തിപ്പെടുത്തി വരുത്താം, അതുപോലെ തന്നെ റിവ്യൂവിനെ അതിന് അർഹിക്കുന്ന എന്താ പറയുക ഒരു പരിഗണന കൊടുത്തുകൊണ്ട് നിലനിർത്തുകയോ തള്ളിക്കളയുകയോ ചെയ്യാം എന്നുള്ളൊരു സംശയമാണ് ചോദിക്കാനുള്ളത്. അല്ല, ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യുന്നത് ഇപ്പോൾ ഈ അശ്വന്തുവൊക്കെ ആവട്ടെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ബാക്കിയുള്ള ആൾക്കാരാവട്ടെ, ഇവർ പറയുന്ന അഭിപ്രായങ്ങൾ നിങ്ങളൊരു 3 വർഷം കഴിഞ്ഞ് ചോദിച്ചാൽ ഇവർക്ക് ആ അഭിപ്രായമാവണമെന്നില്ല. ആ സിനിമ വീണ്ടും പലതവണ അവർ കണ്ടിട്ട് അവരുടെ അഭിപ്രായം മാറിയിട്ടുണ്ടാകും മിക്കപ്പോഴും. അത് തന്നെ ഇപ്പോൾ ആളുകൾ അങ്ങനെയായിരിക്കും പറയുക. 3 വർഷങ്ങൾക്ക് മുമ്പ് അവർ ചെയ്തതിനെ അവർ ഇന്ന് വേറെ രീതിയിലായിരിക്കും പറയുക. അതേസമയം 5 വർഷങ്ങൾക്ക് മുമ്പ് CS വെങ്കടേശ്വരൻ എഴുതിയ ഒരു ലേഖനം ഇന്ന് അദ്ദേഹം മാറ്റി പറയുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. എൻ്റെ ആദ്യത്തെ സിനിമ ആളൊരുക്കം അദ്ദേഹം കണ്ടതാണ്, അദ്ദേഹം അതിന് റിവ്യൂ എഴുതിയിട്ടില്ല. അദ്ദേഹം തിയേറ്ററിൽ കയറി പോകുന്നത് കണ്ടിട്ട് ഇദ്ദേഹം എന്തുകൊണ്ട് റിവ്യൂ എഴുതിയില്ല എന്ന് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് അദ്ദേഹത്തിനോടൊപ്പം ഞാൻ കുവൈറ്റിലൊരു പ്രോഗ്രാമിന് ജൂറി ആയിട്ട്, അദ്ദേഹം ജൂറി ചെയർമാൻ, ഞാൻ ജൂറി അങ്ങോട്ട് പോയപ്പോൾ എനിക്ക് അദ്ദേഹവുമായിട്ട് ഒരു 5 ദിവസം ഒരുമിച്ച് ഞങ്ങൾ കഴിഞ്ഞതാണ്. അപ്പോൾ ആ 5 ദിവസം കൊണ്ട് ഞാൻ ഇത്രയും റെസ്പെക്റ്റ് ചെയ്യുന്ന ആ ചലച്ചിത്ര നിരൂപകനോട് ഞാൻ ആളൊരുക്കത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴും അദ്ദേഹം കൃത്യമായി മറുപടി പറഞ്ഞിട്ടില്ല. അതേസമയം എൻ്റെ ഇപ്പോഴത്തെ ഈ സിനിമയെക്കുറിച്ച് അദ്ദേഹം എന്നോട് പറയുകയും ചെയ്തു. അപ്പോൾ അത് നിലപാടാണ്. ഈ മറ്റേ റിവ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് വയറ്റിപ്പിഴപ്പാണ്. ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. അത് ആ ഈ യൂട്യൂബിൽ റിവ്യൂ നടത്തുന്ന ആൾക്കാരെല്ലാവരും മോശമെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. നല്ല റിവ്യൂ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ വയറ്റിപ്പിഴപ്പിൻ്റെ ഭാഗമായി ചെയ്യുന്നതും ഇതൊരു ചരിത്രത്തിൽ നിലനിൽക്കണം. ഓരോ സിനിമകളും ആ സിനിമ തെറ്റാണെങ്കിലും ആ സിനിമ
ആ സിനിമ പറഞ്ഞ രീതി മോശമായാലും ആ സിനിമ ചരിത്രത്തിൽ ആ സിനിമ അടയാളപ്പെടുത്തുക എന്ന് പറയുന്നത് റിവ്യൂസ് അവരെഴുതുന്ന ഈ ലേഖനങ്ങൾ കൊണ്ടാണ്, റിവ്യൂസ് അല്ല, അവരാ നിരൂപണങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ടാണ് പുസ്തകങ്ങളായിട്ട് ഇറങ്ങുകയും അത് ആളുകൾ വായിക്കുകയും പഠിക്കുകയും നമ്മുടെ പാഠ്യപദ്ധതികളിൽ അത് ഉൾപ്പെടുകയും ചെയ്യുന്നത്. ഞാൻ ഈ പറയുന്ന യൂട്യൂബിൽ റിവ്യൂ നടത്തുന്ന ആൾക്കാരെയൊക്കെ ഞാൻ അങ്ങനെ മോശം, ഞാൻ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എൻ്റെ സിനിമയെക്കുറിച്ച് ഇവരെന്താണ് പറയുന്നതെന്ന് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷേ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സുഭാഷ് ചന്ദ്രബോസ് തിയേറ്ററിൽ റിലീസ് ചെയ്ത ദിവസം ഒരാൾ ഒരു നെഗറ്റീവ് ഭയങ്കരമായിട്ട് പറഞ്ഞിട്ട് ഒരു റിവ്യൂ നടത്തി. ഞാൻ അയാളുടെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ റിവ്യൂ ഞാൻ ഇയാളെന്താ ഈ പണ്ടൊരിക്കൽ ശ്രീനിവാസൻ ചോദിച്ചതുപോലെ ഈ സിനിമ ഇയാളെ പിടിച്ച് കടിച്ചോ എന്ന് ഞാൻ അങ്ങനെ സ്വയം ചിന്തിച്ചു. അപ്പോഴാണ് സിനിമയിൽ അഭിനയിച്ച നായകൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ പറയുന്നത്, എൻ്റെ പൊന്നു ചേട്ടാ, ഇവൻ പണ്ട് എനിക്കൊപ്പം സ്കൂളിൽ പഠിച്ചിരുന്നതാണ്. അന്നത്തെ ദേഷ്യം അവൻ ഇന്ന് ഒരു പടം ഇറങ്ങിയപ്പോൾ തീർക്കുക. എത്ര ഞാൻ പറയുന്നത് ഭയങ്കര മഹത്തായ ക്ലാസിക്കായിട്ടുള്ള ഒരു പടമൊന്നുമല്ല ഞാൻ എടുത്തതെന്ന് എനിക്കറിയാം. പക്ഷെ അത് തിയേറ്ററിലെത്തി അഭിപ്രായം പറയാൻ അവകാശമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരാൾ പൈസ കൊടുത്ത് തിയേറ്ററിൽ കയറി പടം കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് അഭിപ്രായം പറയാൻ ആവശ്യമുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ ഇരിക്കുന്ന പ്രേക്ഷകരോടും എന്നെ കേൾക്കുന്ന ആളുകളോടും ഞാൻ പറയുന്നത്, ഈ യൂട്യൂബിൽ വരുന്ന റിവ്യൂസ് എല്ലാം അങ്ങനെയാണെന്ന് വിചാരിക്കും. ഇപ്പോൾ ഇത് ഞാൻ പറയുന്നതിൽ ഏതെങ്കിലും യൂട്യൂബ് റിവ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത സിനിമ കൊമേഴ്ഷ്യലായിട്ട് തിയേറ്ററിൽ എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിട്ട് പണി തരുമെന്ന് നല്ല ബോധ്യം എനിക്കുണ്ട്. അങ്ങനെ പണി തരുന്നവരുണ്ട്, പൈസ കൊടുത്ത് സിനിമ ഇവിടെ റിവ്യൂ നടത്തുന്നവരാണ്. എനിക്കറിയില്ല ഏതെങ്കിലും നിരൂപണ ജോലി ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അതിന് ജോലിയായിട്ട് അവരാരും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ CS ആവട്ടെ, ചന്ദ്രശേഖർ ആവട്ടെ, അല്ലെങ്കിൽ ഷൺമുഖദാസ് മാഷ് ആവട്ടെ, അല്ലെങ്കിൽ മധു ജനാർദ്ദൻ ആവട്ടെ, ഇവരാരും പൈസ വാങ്ങിച്ചുകൊണ്ടൊരു സിനിമയെക്കുറിച്ച് നല്ലതോ ചീത്തയോ എഴുതുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഞാനിപ്പോൾ ഈ വേദിയിൽ വെച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, മലയാള സിനിമയിൽ പൈസ വാങ്ങിച്ച് യൂട്യൂബ് റിവ്യൂ നടത്തുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ആ സത്യം നമ്മൾ തുറന്ന് പറയണം. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇത് ഞാൻ പറയുമ്പോൾ ഇപ്പം എനിക്കിവിടെ കയ്യടി കിട്ടി, എനിക്ക് സന്തോഷം. പക്ഷേ എനിക്കറിയാം അടുത്ത എൻ്റെ സിനിമ തിയേറ്ററിൽ കൊമേഴ്ഷ്യലായിട്ട് ഞാൻ റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്നെ പണിയും അവർ 100% പണിയും. ഇതാണ് സത്യം. നിങ്ങളോട് ഇതെല്ലാം പറയാനാണ് ഞാൻ ഈ വേദിയിൽ വന്നിട്ട്, അതുകൊണ്ട് പറയുന്നതാണ്. ഈ സുഭാഷ് ചന്ദ്രബോസിന് എൻ്റെ റിലീസിൻ്റെ സമയത്ത് നമ്മൾ ഈ പ്രൊമോഷൻ ടീമിനൊക്കെ പൈസ കൊടുത്തിട്ട് അവരൊക്കെ പ്രൊമോഷന് വയ്ക്കും. ഇത് സത്യമാണ്. അന്ന് പ്രൊമോഷൻ പൈസ വാങ്ങിക്കാതെ ചെയ്ത ഒരാളാണ് ഇവിടെ ഇരിക്കുന്ന സിനിഫൈലിൻ്റെ ബിജു. എന്നെ വിളിച്ചിട്ട് പടം ഇഷ്ടപ്പെട്ടു, ഞാനിതൊന്ന് പ്രൊമോട്ട് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ ചെയ്തോളാൻ പറഞ്ഞു. അന്ന് സിനിഫൈലിലെ ഈ ചെറുപ്പക്കാരനെ അത് പ്രൊമോട്ട് ചെയ്തു. പക്ഷേ അതല്ലാതെ സംഭവിച്ചെന്താണെന്നറിയോ, ഞാൻ സിനിമ കുറച്ച് പേരിൽ ഒരാളെ ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, അഭിലാഷ് സാർ എന്താണ് എൻ്റെ ഈ സംഭവം നിങ്ങൾ പൈസ ഞങ്ങൾക്ക് തന്നില്ലല്ലോ. പൈസ തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ലത് പറയാനും കൊടുക്കുന്നു എന്നല്ല കേട്ടോ അർത്ഥം. അവർക്ക് മൊത്തത്തിൽ ഞങ്ങളുടെ സിനിമയെ പറ്റിയുള്ള മൊത്തത്തിൽ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, നടൻ അങ്ങോട്ട് പോകുന്നു, നടി ഇങ്ങോട്ട് പോകുന്നു, ഇതെല്ലാം ഷൂട്ട് ചെയ്ത് ഫേസ്ബുക്കിലൂടെ ആളുകളെ അറിയിക്കണം. ഇതിൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടല്ല ഈ പൈസ കൊടുക്കുന്നത്. ഇതെന്തിനു ഒഴിവാക്കി എന്ന് ചോദിച്ചുകൊണ്ട് ഒരുത്തന്നെ വിളിക്കുക, അവൻ്റെ കമ്പനി എന്തിനു ഒഴിവാക്കി? ഞാൻ പറയാം, എടാ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലടാ, അതുകൊണ്ടാണ്. ശരി ചേട്ടാ, പിന്നെ ചേട്ടാ ഒഴിവാക്കിക്കോ, ബാക്കിയുള്ളവരെയൊക്കെ ഉൾപ്പെടുത്തി ഞങ്ങൾ ഒഴിവാക്കി. നാളെ ഇനി ആരെങ്കിലും എവിടെയായിരുന്നു നെഗറ്റീവ് റിവ്യൂ ഇട്ടാൽ, പടം ഇറങ്ങിയിട്ട് നെഗറ്റീവ് റിവ്യൂ ഇട്ടാൽ അത് ഞങ്ങൾ ചെയ്തതാണെന്ന് മാത്രം പറയരുത്. ഇതായിരുന്നു അവൻ്റെ കമൻറ്റ്. അതിനർത്ഥം എന്തുവാ? അവൻ പണിയും ചെയ്തു. ഇതാണ് മലയാള സിനിമയിൽ ഇപ്പോൾ നടക്കുന്നത്. ഇപ്പം ഇവിടെ സംസാരിച്ച ആളുകൾ, ഈ റിവ്യൂ നടത്തുന്ന ആൾക്കാർ, അവർ റിവ്യൂ ചെയ്യുന്നതിൽ നല്ലവരുണ്ടായിരിക്കാം, എനിക്ക് അവരെ ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ പടത്തെ പറ്റി മോശമായിട്ട് എഴുതിയ ആൾക്കാരെയും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ സിനിമയെക്കുറിച്ച് മോശം ആൾക്കാർ പറയുന്നുണ്ട്, എനിക്കറിയാം. എൻ്റെ സിനിമ എന്തുകൊണ്ട് CS വെങ്കടേശ്വരന് ആദ്യത്തെ സിനിമയെക്കുറിച്ച് നല്ല അഭിപ്രായം പറയാത്തത് എന്താണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല, അദ്ദേഹത്തിന് അത് വർക്കൗട്ട് ആയില്ല. ഓക്കെ, അത് അക്സെപ്റ്റ് ചെയ്യണം. ഞാൻ ഇവിടെ IFFKയിൽ എൻ്റെ ഈ സിനിമ കളിക്കുന്നുണ്ട്. ഈ സിനിമ ഇപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. പക്ഷേ എനിക്കറിയാം ചിലർ ഞാൻ ചെന്ന് ചോദിക്കുമ്പോൾ അവർ എന്നോട് നല്ലത് പറയുമായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ വർക്കൗട്ട് ആയില്ല. എനിക്കവരെ കുറ്റം പറയാൻ പറ്റില്ല, അവരുടെ സമയമാണ് ചിലർ. ഇതൊക്കെ ബോധ്യം എനിക്കുണ്ട്. പക്ഷേ അതല്ലാതെയുള്ള കളി നല്ല രീതിയിൽ ഇവിടെ പൈസ വാങ്ങിക്കുന്നവന്മാർ ചെയ്യുന്നുണ്ടെന്നല്ല ബോധ്യം എനിക്കുണ്ട്. അതിന് ഞങ്ങൾ സിനിമാക്കാർക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്നു, ഞങ്ങളൊരു പ്രൊഡ്യൂസറെ ഡിപ്പെൻഡ് ചെയ്ത് അയാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് എൻ്റെ സ്വപ്നത്തിന് വേണ്ടി ഞാൻ അയാളുടെ പൈസ ചിലവഴിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ആഗ്രഹത്തിനനുസരിച്ച് എനിക്ക് കൃത്യമായിട്ട് തിയേറ്ററിൽ പൈസ കൊടുക്കുന്ന ഈ സാറന്മാരെ ബഹുമാനിച്ചേ പറ്റൂ. അതാണ് അവസ്ഥ. എനിക്കൊന്നും ചെയ്യാനില്ല, ഞാൻ ഹെൽപ്ലെസ് ആണ്. എനിക്ക് ഒരു സിനിമ ഇപ്പോൾ പാൻ ഇന്ത്യൻ സുഭാഷ് ചന്ദ്രബോസ് വളരെ മോശമായിട്ട് എഴുതിയ ആള്, യൂട്യൂബിൽ വന്ന് പറഞ്ഞ ആള്, അതിനെക്കുറിച്ച് നല്ലത് ഒരാളൊരു ലേഖനം എഴുതിയത് അധികാരം കണ്ടിട്ടില്ല. ഇയാൾ മോശം യൂട്യൂബിലൂടെ പറഞ്ഞത് ഒരുപാട് പേര് കണ്ടു. ആ ആള് 3 മാസം കഴിഞ്ഞ് അയാൾക്കൊപ്പം ആ സിനിമ കണ്ട
ഞാൻ ഒരു മണ്ണുണ്ണി ബ്ലോഗ് എന്ന് പറഞ്ഞൊരു ബ്ലോഗുണ്ട്, അവൻ്റെ കാര്യം ഈ പറയുന്നത്. അവൻ ആ പടം സിനിമ മോശമായിട്ട് എഴുതിയവനാണ്. എന്നിട്ട് ഇത് എൻ്റെ അടുത്ത് എൻ്റെ ഒരു ചങ്ങാതി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വേറെ ഒന്ന് ഞാൻ ഏത് കോടതിയിൽ വന്ന് പറയാനും തയ്യാറാ, പക്ഷേ എന്നെ നിർബന്ധിക്കരുത്. ഞാൻ കണ്ടതാണ്, അവൻ സിനിമ കാണാൻ തിയേറ്ററിൽ വന്നിട്ട് ആ കയറുന്നത് മുതൽ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചേട്ടൻ്റെ പടത്തിനെ പറ്റി ഒരു അന്ന് മോശമിട്ടത് പുള്ളിയാന്ന് പറയാം. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാനാണ്? അപ്പോഴേക്കും തിയേറ്ററിൽ നിന്ന് പടം പോയില്ലേ, എനിക്ക് പ്രതികരിക്കാൻ പറ്റുമോ? പ്രതിഷേധിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? ഇതാണ് അവസ്ഥ. പിന്നെ നമുക്കിവിടെ സംസാരിക്കുന്നത് ഈ നമ്മുടെ നിരൂപകരെ കുറിച്ചാണെങ്കിൽ സത്യത്തിൽ എനിക്ക് നിരൂപകരായിട്ടുള്ള ആളുകളെ കുറിച്ച് എനിക്ക് സംസാരിക്കാനില്ല. അതായത് ഞാനവരെ ബഹുമാനിക്കുകയാണ്. അവരെൻ്റെ സിനിമയെക്കുറിച്ച് എന്ത് പറയുന്നു കാത്തിരിക്കുകയാണ്. പാൻ ഇന്ത്യൻ സ്റ്റോറി ആവട്ടെ, അല്ലെങ്കിൽ കഴിഞ്ഞ പടങ്ങളാവട്ടെ, അങ്ങനെ അവരെ റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് അവരെക്കുറിച്ച് പറയാനില്ല. അവരെന്ത് എഴുതുന്നു, അവർ പറയുന്നത് കേൾക്കാനാണ് എനിക്കിഷ്ടം. എനിക്ക് അവരെക്കുറിച്ച് പറയാൻ സത്യത്തിൽ എനിക്കത് വായിക്കാനാണ് എനിക്കിഷ്ടം. മറ്റ് യൂട്യൂബ് റിവ്യൂവേഴ്സിനെ പറ്റി എനിക്ക് പറയാനുള്ളത്, അവർ നല്ല ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ കച്ചവടമാണ് എന്ന ബോധ്യത്തിൽ തന്നെയാണ് ഞങ്ങളെപ്പോലുള്ള, അല്ലെങ്കിൽ എന്നെപ്പോലെ ഇത് സിനിമ സ്വപ്നം കണ്ട് നടക്കുന്ന ആളുകൾക്ക് അതേ പറ്റൂ. അതാണ് അവസ്ഥ. ക്ഷമിക്കുക. ഇപ്പം CS-നെ പറ്റി പറഞ്ഞു. ഇപ്പോൾ CS ആണെങ്കിലും ഷൺമുഖദാസൻ മാഷാണെങ്കിലും GP ആണെങ്കിലും ഇവരെല്ലാം നിരവധി സിനിമകൾ കാണുകയും സിനിമയെ പറ്റിയിട്ട് ഒരുപാട് വായിക്കുകയും ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. പലരും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആൾക്കാർ. GP എനിക്ക് തോന്നുന്നൊരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ ഇവർക്കുള്ള സിനിമയെ പറ്റിയുള്ള അറിവ് അവർ ആർജിച്ചെടുത്താണ്. പലരും ഫിലിം സ്റ്റഡീസോ അല്ലെങ്കിൽ ഫിലിം സ്കൂളിലൊന്നും പഠിച്ച ആൾക്കാരല്ല. അപ്പോൾ ഈ വേദിയിലിരിക്കുന്ന ഞാനോ ശ്രേയോ അർജുനോ ഞങ്ങളെല്ലാം ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ളത്. അർജുൻ എഞ്ചിനീയറിംഗ് ആണെന്ന് തോന്നല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു കഴിവെന്ന് പറഞ്ഞാൽ എഴുതാനറിയാം. വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ വെച്ചിട്ട് നമുക്ക് നല്ലൊരു സ്റ്റോറി എഴുതാൻ അറിയാം. അപ്പോൾ നമുക്കുള്ള സിനിമയെ പറ്റിയുള്ള അറിവെന്ന് പറഞ്ഞാൽ ഒരു സെമസ്റ്ററിൽ ഫിലിം സ്റ്റഡീസ് ഒരു പേപ്പറിൽ പഠിച്ചതായിരിക്കും. അതും നമുക്ക് സിലബസിൽ ചിലപ്പോൾ എല്ലാ കോളേജുകളിലെയും സിലബസിലുള്ള പോലെ ക്ലാസിക്കുകളായിരിക്കും നമ്മളെ കാണിച്ചിട്ടുള്ളത്. അതിലേക്കൊരു കണ്ടംപററി സിനിമകൾ ആഡ് ചെയ്യുന്ന പ്രോസസ്സ് വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയെ പറ്റിയിട്ടുള്ള നമ്മുടെ അറിവെന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മൾ പുറത്ത് നിന്ന് നമ്മൾ എത്രത്തോളം സിനിമകൾ വേറെ കാണുന്നു, അല്ലെങ്കിൽ സിനിമകളെ പറ്റിയിട്ട് എന്തൊക്കെ വായിക്കുന്നു, ഇപ്പം ടെക്നിക്കലായ നോളജ് എന്തുമാത്രം നമുക്കറിയാം. ഇതിനെ പറ്റിയിട്ടൊന്നും അറിയാതെ നമ്മൾ എഴുതുന്നത് നമ്മുടെ ഒപ്പീനിയൻ മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനെ റിവ്യൂ എന്ന് വിളിക്കാം. ഇപ്പം നമ്മൾ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണുന്നുണ്ട്. അത് എത്രയൊക്കെ നോക്കിയാലും അത് സബ്ജക്റ്റീവാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ആയിരിക്കില്ല ശ്രേയയുടേത് അല്ലെങ്കിൽ അർജുൻ്റേത്. ഇപ്പോൾ ഒരു 100 പേര് ഒരു സിനിമ കാണുവാണെങ്കിൽ അത് 100 സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഒപ്പീനിയൻ ആ സിനിമയെ പറ്റിയിട്ട് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഈ റിവ്യൂകളുടെ ഈ ഒരു കുത്തൊഴുക്കിനെ നമുക്ക് തടയാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് നല്ല റിവ്യൂസിനെ മാത്രം എടുത്ത് മാറ്റി നിർത്താനോ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇറ്റ് ഈസ് അപ് ടു ദി ഓഡിയൻസ്. അവരെ നമ്മൾ അണ്ടർറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അവർക്കറിയാം ഒരു സിനിമ നല്ലൊരു സിനിമ അതിനെ വിജയിപ്പിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന അവർ തന്നെയാണ്. ഈ റിവ്യൂ ഒന്നും അതിനെ ബാധിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്രിറ്റിസിസവും റിവ്യൂവും തമ്മിൽ വ്യത്യാസം അല്ലെങ്കിൽ ഇല്ലാതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ഗ്ലോബലായിട്ട് തന്നെ അങ്ങനെയാണ്. എല്ലാ സ്ഥലത്തും നിരൂപണം പറഞ്ഞ ഒരു മേഖല ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പല കാരണങ്ങളുണ്ട്. പുറത്തുള്ളൊരു കാരണം എന്താ വെച്ചാൽ പൊതുവെ കോർപ്പറേറ്റുകളും അത്തരം ആൾക്കാരൊക്കെ തന്നെ ഇപ്പോൾ ഫണ്ട് ചെയ്യുന്നത്. അപ്പം ഈ ക്യൂറേറ്റേഴ്സെന്നോ എഴുത്തുകാരൊക്കെ പറയുന്നത് അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നതാണ്. അവർക്ക് വേണ്ട രീതിയിൽ ഇതൊരു പാക്കേജാക്കി എഴുതേണ്ടി വരും. അങ്ങനെയാണിത് എല്ലായിടത്തും നടക്കുന്നത്. ഇപ്പം നമ്മൾ ഈ വലിയ ഫെസ്റ്റിവലൊക്കെ പറയാനുണ്ടല്ലോ, കാൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ തന്നെ എനിക്ക് തോന്നുന്നു 48-ലോ 50-ലോ ഒക്കെ വലിയ വിമർശനം ഉണ്ടായിരുന്നു. കാനിൽ ചുമ്മാ ഈ തല്ലിക്കൂട്ട് പടങ്ങളാണ് കാണിക്കുന്നത്, പുതിയ സിനിമ തുടങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം കാനിലെ പടങ്ങളെ കണ്ട് ഏകദേശം എല്ലാ പടങ്ങൾക്കും ഒരു ഫെസ്റ്റിവൽ സ്വഭാവം ഉണ്ടാവും. ഫെസ്റ്റിവലിന് വേണ്ട വിഷയങ്ങളുണ്ടാവും. അത് ഒരു ഗ്ലോബലായിട്ടുള്ള പരിപാടിയാണ്. എല്ലാവരെയും സിനിമകളെ അപ്രീഷിയേറ്റ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ അതിനെ പൊക്കി പറയാനുള്ള ആൾക്കാരെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിരൂപണം തിരിച്ചു പിടിക്കേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ അകത്തൊരു ക്രിട്ടിക്കാലിറ്റി എന്നൊക്കെ പറയുന്ന സംഭവം കൊണ്ടുവരേണ്ട കാര്യമാണ്. എങ്ങനെയെന്നുള്ളത് വേറെ ചോദ്യമാണ്. ഇത് തിരിച്ചു കൊണ്ടുവരണമെന്ന് മാത്രമേ എനിക്ക് പറയാനറിയുള്ളൂ. സിനിമ നിരൂപണങ്ങൾ ഓരോ കാലഘട്ടത്തിൽ അതിന് വ്യത്യസ്ത സ്വഭാവം പുലർത്തി വന്നിരുന്നിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അർജുൻ പറഞ്ഞതിനോട് എനിക്കൊരിതുള്ളത്, നിലവിൽ ധാരാളം പഠനങ്ങൾ നല്ലത് സിനിമയെ സംബന്ധിച്ച് വന്ന് കാണുന്നുണ്ട്. സിനിമ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നും അല്ലാതെ നിരൂപകരിൽ നിന്നുമൊക്കെ
നിരവധി സിനിമാ സംബന്ധിയായിട്ടുള്ള നിരൂപണം എന്ന് വെച്ചാൽ ഒരു സിനിമയെ എസ്തറ്റിക്കലിയും പൊളിറ്റിക്കലിയും അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളെയും ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ട് നിരൂപണങ്ങൾ വരുന്നുണ്ട്, ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ വളരെ കുറവാണ്, അതിൻ്റെ എണ്ണം വളരെ കുറവാണ്. കൂടുതൽ പഠനങ്ങളും എനിക്ക് തോന്നുന്നത് സിനിമാ നിരൂപണങ്ങൾ കൂടുതലും സിനിമയുടെ പൊളിറ്റിക്കൽ ആസ്പെക്റ്റിനെ മാത്രം അനലൈസ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് അതിൻ്റെ ഈ പറഞ്ഞതുപോലെ സാങ്കേതികമായിട്ടുള്ള പരിജ്ഞാനം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടായിരിക്കാം മേ ബി. അതായത് ഇവിടെ ഫിലിം സൊസൈറ്റികളുടെ നേതൃത്വത്തിലും ഫിലിം സ്കൂളുകളുടെ നേതൃത്വത്തിലും ഒക്കെ നടത്തപ്പെടേണ്ട അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഫിലിം അപ്രിസിയേഷൻ കോഴ്സിന് ഒരുപക്ഷെ ഒരു പരിധിവരെ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഈ സിനിമാ നിരൂപണത്തെ സംബന്ധിച്ചിട്ടുള്ള അജ്ഞതകളെ പരിഹരിക്കാൻ ഒരു പരിധിവരെ അത്തരം ഫിലിം അപ്രിസിയേഷൻ കോഴ്സിന് പറ്റുമെന്ന് തോന്നുന്നു. ഈ ഫിലിം റിവ്യൂ വേറൊരു മേഖലയാണ്, അതിനെ നമ്മൾ വേറൊരു ഒരു പാഠമായിട്ട് തന്നെ അപഗ്രഥിക്കേണ്ടതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി വേദിയിൽ സദസ്സിലുള്ള ഓഡിയൻസിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം പാനലിസ്റ്റുകളോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാനുള്ള അവസരമാണ്. ഇവിടെ വിഷയത്തെ സംബന്ധിച്ച് വളരെ വിശദമായിട്ടുള്ള ചർച്ച തന്നെ നടന്നിട്ടുണ്ട്. സിനിമ റിവ്യൂ എത്രത്തോളം രൂക്ഷമാവുന്നു എന്നും അതേസമയം അതിനപ്പുറത്തായി അതിനോപ്പോസിറ്റായി നിരൂപകരായി പ്രവർത്തിക്കുന്ന ആളുകൾ അതിനെ എങ്ങനെ സമീപിക്കുന്നു എന്നും അതേപോലെ തന്നെ സിനിമ നിരൂപണം അവസാനിച്ചു എന്ന് പോലുള്ള വാദങ്ങളുണ്ട് എന്നുവരെയുള്ള ചർച്ചകളോട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വളരെ നല്ല ചർച്ചകൾ ഇവിടെ പാനലിസ്റ്റുകളുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അതിലേതെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ പ്രതികരണങ്ങളോ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ചോദിക്കാവുന്നതാണ്. നമ്മുടെ സിനിമാ അഭിപ്രായങ്ങൾ എന്ന് പറയുമ്പോൾ പല തരമാണല്ലോ. ഇപ്പോൾ ഇവൻ എടുത്ത് പറഞ്ഞു, അശ്വന്ത് കോക്കിനെ കുറിച്ച് എടുത്ത് പറഞ്ഞു. ഇപ്പോൾ അശ്വന്ത് കോക്കിനെ നമുക്ക് വിടാം. അപ്പം ഒരു പോസിറ്റീവ് റിവ്യൂ, നെഗറ്റീവ് റിവ്യൂ. ഇതിൽ പോസിറ്റീവ് റിവ്യൂ വന്നാൽ ഈ പറയുന്ന സിനിമാ താരങ്ങൾ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ഇവർ അംഗീകരിക്കും. അവർ അടുത്ത സിനിമയ്ക്ക് നെഗറ്റീവ് ഇട്ടാൽ ഇവരങ്ങോട്ട് തെറി വിളിക്കും. അത് ഒരു തരം ഇരട്ടത്താപ്പല്ലേ? അല്ലെങ്കിൽ ഈ പറയുന്ന സെലിബ്രിറ്റീസ് തന്നെ ഇവരുടെ പോസ്റ്റുകൾ ഷെയർ ചെയ്യും, താങ്ക്സ് പറയും, അതിനകത്ത് പോയി ലവ് ഇമോജീസ് ഇടും. പോസിറ്റീവ് ആണെങ്കിൽ ഇവരുടെ തന്നെ അടുത്ത സിനിമ നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവരുടെ കുടുംബം കുളം തോണ്ടുന്ന കണക്ക് കരിവരി തേക്കിയ പരിപാടി. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? ചോദ്യം വ്യക്തമാണ്. ആരോടാണ് ചോദ്യം? ആർക്ക് വേണം പറയാം. ഈ നെഗറ്റീവ് റിവ്യൂ ഇടുന്നെന്ന് പറഞ്ഞില്ലേ അശ്വന്ത് കോക്ക്, അദ്ദേഹം നെഗറ്റീവ് റിവ്യൂ ഇടുന്നതിന് ഞാനെതിരല്ല. അദ്ദേഹം പൈസ കൊടുത്ത് കണ്ടിട്ട് അദ്ദേഹത്തിന് അത് പറയാനുള്ള അവകാശമുണ്ട്, അദ്ദേഹം അത് ചെയ്യണം. എന്തോ ആവട്ടെ, ഞാൻ ഈ പറഞ്ഞതിന് അർത്ഥം ഒരു തരത്തിലും എൻ്റെ സിനിമയെ അദ്ദേഹം നെഗറ്റീവ് റിവ്യൂ ഇട്ടു എന്നുള്ളതല്ല. പക്ഷേ പൈസ വാങ്ങിച്ച് നെഗറ്റീവ് റിവ്യൂ ഇടുന്ന ആളുകളുണ്ട്, അത് സത്യമാണ്. അതല്ല എന്ന് ഇവർ പറയട്ടെ, ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. ഞാൻ പറയുന്നത് ഇത്തരം കാര്യങ്ങൾ പൊതുവിൽ പറഞ്ഞതാണ്, എല്ലാവർക്കും അറിയാന്നുള്ള കാര്യമാണ്. ഇവർ പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതിനടുത്ത് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതിനെ റീലാക്കുക, ഇവരുടെയൊക്കെ ടൈം ലൈനിൽ കൊളാബ് ഇടുക, സെലിബ്രിറ്റി. അപ്പൊ ആ ചോദ്യം ഞങ്ങൾ ഇത്രയും പേരെടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ ഒരു വേദിയിലല്ലേ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഈ അശ്വന്ത് കോക്ക് അടക്കമുള്ള ആളുകൾ അവർ റിവ്യൂ ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷെ ആ അതിൽ സത്യസന്ധത ഉണ്ടായിരിക്കണം, പണം വാങ്ങാതെ ചെയ്യണം. ആര് ചെയ്താലും അശ്വന്ത് കോക്ക് അതിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന യൂട്യൂബ് റവന്യൂ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ അതല്ല ഞാൻ പറയുന്നത്. മറ്റു ആൾക്കാരിൽ നിന്ന് പണം വാങ്ങിയിട്ട് ഞാൻ നല്ലത് ചെയ്തുതരാം, അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യുന്നില്ല എന്ന് സത്യസന്ധമായിട്ട് എത്ര പേര് പറയുന്നു. അശ്വന്ത് കോക്കോ അല്ലെങ്കിൽ ആര് പറഞ്ഞാലും അവരെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാം. പക്ഷേ പൈസ വാങ്ങിച്ചിട്ട് മറ്റൊരാൾക്ക് വേണ്ടി, ഞാൻ പറഞ്ഞില്ല എൻ്റെ സിനിമ അങ്ങനെ എഴുതിയിട്ടുണ്ട്. അതായത് മറ്റൊരാൾക്ക് വേണ്ടി പൈസ വാങ്ങിച്ചിട്ട് എൻ്റെ സിനിമയെക്കുറിച്ച് മോശം കമൻസ് അങ്ങനെയുണ്ട്. ഇപ്പം യൂട്യൂബിൽ ഒരാളൊരു അഭിപ്രായം എന്ന് പറയുന്നത് കമൻറ്റ് സെക്ഷനിൽ പറയാൻ വേണ്ടി ആളുകളെ വെച്ച് ജിമെയിൽ അക്കൗണ്ടുകൾ ഉണ്ടാക്കി യൂട്യൂബ് അക്കൗണ്ടുകൾ ഉണ്ടാക്കി വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അത് പ്രൊഫഷണലി ചെയ്യുന്നുണ്ടെന്നാണ് ഈ പറയുന്നത്. ഞാൻ അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അല്ലാതെ എൻ്റെ സിനിമയെക്കുറിച്ച് എത്രയോ നല്ല റിവ്യൂ വന്നു അല്ലെങ്കിൽ മോശം റിവ്യൂ വന്നു, അതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. എൻ്റെ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചൊക്കെ അല്ലെങ്കിൽ ആളുകത്തെ കുറിച്ചൊക്കെ നെഗറ്റീവ് റിവ്യൂ വരുന്നത് ഞാൻ സ്വീകരിക്കണ്ടേ? ഞാൻ സ്വീകരിക്കണമെന്ന് തന്നെയാണ് എൻ്റെ വിചാരം. അല്ലാതെ എനിക്ക് അങ്ങനെ ഇല്ല. ഞാൻ എൻ്റെ കാര്യം പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ സ്വീകരിക്കും. പക്ഷേ പണം വാങ്ങി റിവ്യൂ ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് അത് ഏത് വേദിയിലും ഞാൻ അങ്ങനെ ആകുമ്പോൾ ഈ റിവ്യൂ എന്ന് പറയുന്ന കല നശിച്ചു. അല്ലെങ്കിൽ
നിരൂപണം മൊത്തത്തിൽ ഇങ്ങനെയാണെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ CS പോലുള്ളവർ, അല്ലെങ്കിൽ ഷൺമുഖദാസ് മാഷ് ചെയ്തിരുന്നത് ഒക്കെ പൈസ വാങ്ങി ചെയ്തിരുന്നു, അവർ മോശം എഴുതിയത് ആ സംവിധായകനോടുള്ള എതിർപ്പ് കൊണ്ട് ചെയ്തതാണ്, അത് വ്യക്തിവിരാഗം തീർത്തതാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആൾ ചിന്തിക്കും. ഇതിനെപ്പറ്റി അന്വേഷണം പറഞ്ഞു. ഇവർ പൈസ വാങ്ങുന്നുണ്ടോ, പണം വാങ്ങുന്നുണ്ടോ ആളുകളിൽ നിന്ന്, പ്രൊഡ്യൂസേഴ്സിൻ്റെ? ഇനി അങ്ങനെ ഏതെങ്കിലും പ്രൊഡ്യൂസേഴ്സ് നല്ലത് പറയാൻ വേണ്ടിയിട്ട് ഇവർക്ക് പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ ചോദ്യം ചെയ്യപ്പെടണം. അതും ഞാൻ പറയാം. ഏതെങ്കിലും ഡയറക്ടേഴ്സോ പ്രൊഡ്യൂസേഴ്സോ എടാ നീ നല്ലത് പറ എന്ന് പറഞ്ഞ ഒരാൾക്ക് പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അതും തെറ്റാ. ഇപ്പോൾ അഭിലാഷ് ചേട്ടൻ അല്ല പൊതുവിൽ പറയാമല്ലോ, ഈ പറയുന്ന റിവ്യൂസിനെ അല്ലെങ്കിൽ ഇവർ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുവാണ്, ഞങ്ങളുടെ സിനിമയ്ക്ക് പോസിറ്റീവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇവരെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് യൂട്യൂബ് റിവ്യൂസിനെ. അപ്പോൾ അതിനെ മാറ്റാൻ പറ്റൂലേ? അതിലെല്ലാവർക്കും ഒരേ അഭിപ്രായമാണെന്ന് തോന്നുന്നു. അത് തെറ്റാണ് എന്നുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതിൽ കൂടുതൽ ചർച്ചകൾ സാധ്യമാവുമെന്ന് തോന്നുന്നില്ല നമുക്ക്. വേറെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക്. ഈ റിവ്യൂ ചെയ്യുന്ന ആളിന് ടെക്നിക്കൽ സൈഡിനെ പറ്റി അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഈ പലരും പറഞ്ഞ് കേൾക്കാറുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ആർക്കും സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള ഒരു സ്പേസ് ഈ ഒരു ജനാധിപത്യ അന്തരീക്ഷത്തിൽ ഉണ്ടെന്ന് തന്നെയാണ്. എല്ലാവർക്കും സ്പേസ് ഉണ്ട് പറയാനുള്ളത്. ടെക്നിക്കലി അനലൈസ് ചെയ്യുമ്പോൾ അതൊരു വേറൊരു ആസ്പെക്റ്റ് കൊടുക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സിനിമ കണ്ടിട്ട് എനിക്ക് ആ സിനിമ അടിപൊളിയായെന്ന് പറയാനുള്ള എല്ലാ അവകാശം എനിക്കുണ്ടല്ലോ, അല്ലെങ്കിൽ അത് മോശമാണെന്ന് പറയാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ. അപ്പോൾ ടെക്നിക്കൽ സൈഡ് അറിഞ്ഞിരിക്കണം എന്നുള്ള നിർബന്ധമാണെന്ന് തോന്നുന്നില്ല. എനിക്ക് അറിഞ്ഞൂടെ എല്ലാവരുടെ ഒപ്പീനിയൻ എന്താണെന്ന്. ടെക്നിക്കൽ സൈഡ് എല്ലാവരും അറിഞ്ഞിട്ട് നിങ്ങൾ സിനിമ റിവ്യൂ ചെയ്യണമെന്ന് ഒരു അഭിപ്രായമില്ല. അല്ല, പലപ്പോഴും ഒരു റിവ്യൂവിൽ പറയുന്നത് തിരിച്ചു കിട്ടുന്ന മറുപടി എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം ഒരു സിനിമ എടുത്ത് കാണിക്കുക എന്നുള്ളൊരു മറുപടി പലയിടത്തും കേൾക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ചോദിച്ചാൽ അത് അങ്ങനെ ഒരു സംഭവമില്ല, അറിയണ ആവശ്യമില്ല. കാരണം ഇപ്പം സിനിമാക്കാർ ടെക്നിക്കൽ അറിയണമെന്ന് പറയുന്ന പോലെ തന്നെ സിനിമാക്കാർക്ക് ഒട്ടും ധാരണയില്ലാത്ത മനുഷ്യരാണ്. ഒരു തേങ്ങനെക്കുറിച്ച് അവർക്ക് അറിയില്ല. ഞാൻ സിനിമാക്കാരനാണ്. അവർക്ക് സിനിമ ഉണ്ടാക്കാൻ അറിയാം, അവരുടെ ലോകം അറിയാം. ഇപ്പോൾ പറഞ്ഞ രാഷ്ട്രീയം അറിയണമെന്നില്ല, വളരെ വീക്കാവും രാഷ്ട്രീയത്തിൽ, പല കാര്യങ്ങളിലും വീക്കാവും. ഇപ്പം ഒരു കൃഷിപരമായ കാര്യങ്ങളിൽ വീക്കാവും. അപ്പോൾ ചോദ്യങ്ങൾ എങ്ങനെ ഉന്നയിക്കാം? ഞാൻ നിങ്ങളിൽ നിന്ന് പഠിക്കും, നിങ്ങൾ എന്നിൽ നിന്നും പഠിക്കുന്നുണ്ട്. ആ രീതിയിൽ അത് വർക്കാവുന്നത്. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പിന്നെ ഇത് രണ്ടും ഈ ഇപ്പം ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ഇപ്പോൾ റിവ്യൂ അല്ല പറയുന്നത്, നിരൂപണം എന്ന് പറയുന്നത് തന്നെ ഒരു എന്താണ് ഒരു ഫോം ഓഫ് ആർട്ടാണ്. അപ്പോൾ അതിനതിൻ്റെ ചരിത്രമുണ്ട്, എഴുത്തിന് അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട്, ഇതെങ്ങനെ മുന്നോട്ട് വന്നു എന്നുള്ളുണ്ട്. ഇപ്പം പൗലീൻ കെയ്ലോ പറഞ്ഞൊരു അമേരിക്കൻ സ്ത്രീയുണ്ട്, നിരൂപകയായിരുന്നു. അവരൊക്കെ പച്ചത്തെറിയാണ് സിനിമയെ വിളിക്കാറ്, ചെവി കൊത്തും, അങ്ങനത്തെ തെറി വിളിച്ചിട്ടുണ്ട് സിനിമയെ. അവർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും അവരുടെ വിഷയമായിരുന്നില്ല. പക്ഷെ അങ്ങനെ അവർ എഴുതി വലിയ ഇപ്പം ടാരന്റീനോനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട നിരൂപക എന്ന് പറഞ്ഞ ഈ സ്ത്രീയാണ്. അപ്പം അങ്ങനെ ടെക്നിക്കൽ ആവശ്യമില്ല, ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്നും പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മളെ അറിവ് ഭയങ്കര പരിമിതിയാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതിനകത്തെ ഈ ഓഡിയൻസ് ആയിട്ടുള്ള ആളുകളുണ്ടോ, സിനിമ കാണുമ്പോൾ അതിൻ്റെ പ്രേക്ഷകർ ടെക്നിക്കലായിട്ട് ഒന്നും അറിയേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഈ റിവ്യൂ പറയുന്നതിന് വേണ്ടിയിട്ടൊന്നുമല്ല, ഒന്നും അറിയേണ്ട കാര്യമില്ല. അവർ ആ സിനിമയെ ആസ്വദിക്കുക. അവരങ്ങനെ സിനിമ ആസ്വദിക്കുമ്പോഴാണ് സത്യസന്ധമായിട്ട് അവർ അഭിപ്രായം പറയുന്നത്, അല്ലേ? പക്ഷെ അവിടെയാണ് പ്രശ്നം. നിങ്ങൾ ഈ പറയുന്ന ആളുകൾ, ഈ യൂട്യൂബിൽ റിവ്യൂ നടത്തുന്ന ആളുകൾ ഇതിൻ്റെ ടെക്നോളജിയെക്കുറിച്ച് പറയുന്നുണ്ട്. മനസ്സിലായി, ഇത് ഇങ്ങനെ എടുക്കണമായിരുന്നു, ഇങ്ങനെ ചെയ്യണമായിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് സാധാരണക്കാരനായ ഒരു പ്രേക്ഷകൻ, ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് സിനിമയെക്കുറിച്ച് ആകെ അറിയാവുന്ന സിനിമ ഒരു ക്യാമറ ഉണ്ടെന്ന്, ക്യാമറ വെച്ച് അതിന് എഡിറ്റിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് ടെക്നോളജിയെക്കുറിച്ചോ ഒന്നും അറിയില്ല. അപ്പോൾ അമ്മയുടെ ഒപ്പീനിയൻ കറക്റ്റാണ്, ഒരു മുൻധാരണകളില്ല. എൻ്റെ അമ്മയുടെ ഒപ്പീനിയൻ, എൻ്റെ അമ്മ എൻ്റെ പടത്തെപ്പറ്റി മോശം പറഞ്ഞാൽ ഞാനത് സ്വീകരിക്കുന്നതിൻ്റെ കാരണം അമ്മയ്ക്ക് അറിയില്ല. അമ്മയ്ക്ക് ഒരു മുമ്പിലൊരു സംഭവം കൊണ്ടുവച്ചത് അതാണ്. അപ്പോൾ അറിയേണ്ട കാര്യമില്ല. സാധാരണ പ്രേക്ഷകർ ടെക്നോളജിയെക്കുറിച്ച് അറിയേണ്ട കാര്യമില്ല. അവർക്ക് പിന്നെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരത് പഠിക്കും. എന്നിട്ട് അവരെ ടെക്നോളജിയെക്കുറിച്ച് മനസ്സിലാക്കുക. അവരുടെ ആസ്വാദനത്തെ അത് ബാധിക്കും. ഒരുപാട് സുഹൃത്തുക്കൾ വന്നിട്ട് എന്നോട് പറയും, പിന്നെ ആ സിനിമ ലാഗായിരുന്നു എന്ന് പറയും. ഒരു പ്രേക്ഷകൻ പറയേണ്ട വാക്കല്ല ലാഗ്, അത് സിനിമാക്കാരൻ്റെ വാക്കാ. സത്യം ഞാൻ പറയാൻ വരുന്നില്ല. ആ സിനിമ എന്നെ ബോറടിച്ചു എന്ന് പ്രേക്ഷകർ പറയുന്നതിന് കറക്റ്റാ, അവർക്ക് ബോറടിച്ചു. ഈ ലാഗ് എന്നൊരു വാക്കൊക്കെ സിനിമാക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാക്കാണ്. ഇപ്പം നമ്മളെല്ലാവരും പക്ഷേ ടെക്നോളജി പഠിക്കുന്നുണ്ട്. പ്രേക്ഷകർ ഉൾപ്പെടെ എല്ലാവരും ടെക്നോളജിയും കൂടെ അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ആദ്യം ഈ ഈ റിവ്യൂവേഴ്സും എല്ലാവരും പ്രേക്ഷകരെ റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്നത്, ഞങ്ങളടക്കമുള്ള ഫിലിം മേക്കേഴ്സ് നമ്മൾ ചെയ്യുന്നത് കാണുന്ന പ്രേക്ഷകർ എന്ന് പറയുന്നത് നമ്മളെക്കാൾ ബുദ്ധിയുള്ളവരാണെന്നും ഉള്ള ചിന്ത ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് കുറേ പരിഹാരം ഉണ്ടാവും. ഇത് പല ഫിലിം മേക്കേഴ്സിനുള്ള കുഴപ്പമാണ്. ഞങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള മറ്റേ വലിയ സംഭവം എന്ന് പറഞ്ഞിട്ട് വില കുറച്ച് കാണരുത്. അവർക്ക്
ഈ പ്രേക്ഷകർക്ക് ബുദ്ധിയുണ്ട്, വിവേക ബുദ്ധിയുണ്ട്, പക്ഷെ ടെക്നോളജി അറിയണമെന്നില്ല. അതുകൊണ്ട് അവർ സത്യസന്ധമായിട്ട് ഒപ്പീനിയൻ പറയും. അതിനെ സ്വീകരിക്കണം. അവരൊരിക്കലും പൈസ വാങ്ങിച്ചിട്ട് മാറ്റി പറയില്ല. അതാണ് ഞാനും എൻ്റെ സിനിമകൾക്ക് ഇപ്പോൾ IFFKയിൽ പ്രിവ്യൂ വെച്ചു. എൻ്റെ കഴിഞ്ഞ 2 പടങ്ങൾക്ക് ഞാൻ ആദ്യത്തെ പടത്തിനൊഴികെ പിന്നെ ഒരു പടത്തിനും ഞാൻ സുഭാഷ് ചന്ദ്രബോസിന് ഞാൻ അങ്ങനെ പ്രിവ്യൂ ഷോ വെച്ചില്ല, പബ്ലിക് പ്രിവ്യൂ വെച്ചില്ല. അതിൻ്റെ കാരണം എന്താ പറയുക, ഞാൻ ക്ഷണിച്ചിട്ട് വരുന്ന ആളുകളാണ്. എന്നോട് സ്നേഹത്തിലേ പറയൂ, നിൻ്റെ പടം മോശമായില്ല എന്ന് പറയില്ല, മോശമായി എന്ന് പറയില്ല. അതേസമയം ഇവിടെയാണ് എൻ്റെ പടത്തിൻ്റെ പ്രിവ്യൂ വന്നത്. എനിക്കറിയാം ഇവിടെ മോശമാണെങ്കിൽ IFFKയിലുള്ള പ്രേക്ഷകർ അതിന് നല്ലതല്ലെങ്കിൽ നല്ലതല്ലെന്ന് തന്നെ പറയും. എനിക്കറിയാതെ. അതാണ് അതിൽ സത്യം. ഈ കാലഘട്ടത്തിൽ റിവ്യൂ എന്ന് പറയുമ്പോൾ സാധാരണ 1 മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു വാക്കിലൊക്കെ തീരുന്നതാണ്. ഇതിലെപ്പോഴെങ്കിലും സിനിമയെപ്പറ്റി പറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? സിനിമ എന്താണെന്ന് അല്ലെങ്കിൽ സിനിമയെപ്പറ്റി എന്താണ് പറയുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും റിവ്യൂവിൽ? നിങ്ങൾക്ക് ആർക്കെങ്കിലും സിനിമയെപ്പറ്റി പറയുന്നുണ്ടോ? കണ്ട സിനിമ എന്താണ്? ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാവോ? അതിൻ്റെ ഇപ്പം നമ്മൾ ഒരു വാക്കിൽ അല്ലെങ്കിൽ ഇപ്പം പല റിവ്യൂകളും പറയുന്നത് ഒരു വാക്കിലങ്ങ് തീർക്കുക അല്ലെങ്കിൽ 1 മിനിറ്റിലങ്ങ് തീരുകയാണ്. ആ സിനിമ എന്താണ് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ സിനിമയെപ്പറ്റി ആൾക്കാർക്ക് ആ ഒരാൾ റിവ്യൂ ചെയ്ത ആളിനെ എന്താണ് അയാൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. സിനിമ എന്താണെന്നുള്ളത്, അതിലെ സിനിമ എന്താണ്, ആ എടുത്ത സിനിമ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കുന്നുള്ളതായിട്ട് ഈ മേക്കേഴ്സിന് തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടെന്നുള്ളത് നിങ്ങളൊരു കാഴ്ചക്കാരൻ എന്നുള്ള നിലയ്ക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? ആർക്കെങ്കിലും നമ്മൾ ഉദ്ദേശിച്ചത് ഇപ്പോൾ ഡയറക്ടറിന് അറിയാമല്ലോ ഞാൻ എന്താണ് സിനിമ എടുത്തതെന്നുള്ളത്. അപ്പോൾ ഒരാൾ റിവ്യൂ ചെയ്യുമ്പോൾ ആ റിവ്യൂയിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത് ഈ റിവ്യൂ ചെയ്ത ആളിനുൾപ്പെടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ പറയുന്നത് എനിക്ക് ആ ഒരു പടമേ ഉള്ളൂ, സുഭാഷ് ചന്ദ്രബോസേ ഉള്ളൂ. അപ്പോൾ ആ പടത്തിനകത്ത് റിവ്യൂ നടത്തിയ 1-2 പേരൊഴികെ ബാക്കി എല്ലാവരും അതിനെ റിവ്യൂ നടത്തിയിരിക്കുന്നത് വിചാരിച്ച പോലെ അവരതിൻ്റെ ടെക്നോളജി ആ സ്ഥലത്ത് ഷൂട്ട് ചെയ്തത് കൊള്ളാം, അല്ലെങ്കിൽ മറ്റേ ഭാഷ ഉപയോഗിച്ചിരിക്കുന്ന കൊള്ളാം എന്നല്ലാതെ എൻ്റെ കഥാഗതിയെക്കുറിച്ചോ കഥയുടെ അതല്ലേ ഉദ്ദേശിച്ചത്, കഥയുടെ മുന്നോട്ട് പോക്കിനെ കുറിച്ചോ അത് കഥ ഇങ്ങനെ പോയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുകയോ അതല്ലെങ്കിൽ എൻ്റെ ക്ലൈമാക്സ് ഇങ്ങനെയുള്ള സജഷൻസ് ഒന്നും ഒരു സജഷൻസും എല്ലാത്തിലും നല്ല ചിലർ ചെയ്തിട്ടുണ്ട് കേട്ടോ, മനോഹരമായി. ഞാൻ ഈ കുറ്റം പറയുന്ന നമ്മളിവിടെ ചർച്ചയിൽ പറയുന്ന അല്ലെങ്കിൽ ഞാൻ കുറ്റം പറയുന്നതല്ല, ചർച്ച ചെയ്യുന്ന അശ്വന്ത് ഗോക്ക് ആ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. പക്ഷെ പല ആളുകളും അശ്വന്ത് ഗോക്ക് പൈസ വാങ്ങിക്കാറില്ല എന്ന് പറയുന്നു. എനിക്കറിയില്ല, വാങ്ങിക്കില്ലായിരിക്കാം. എനിക്ക് അയാളുടെ റിവ്യൂ ഇഷ്ടമാണ് കേട്ടോ, അതും കൂടെ ഞാൻ പറയാം, ഈ വേദിയിൽ വെച്ച് പറയുകയാണ്. അയാൾ നടത്തുന്ന വിഷ്വൽ റിവ്യൂ എനിക്കിഷ്ടമാണ്. ഞാൻ അയാളുടെ റിവ്യൂ കാണാറുണ്ട്. പക്ഷേ അത് ഞാൻ ഏതെങ്കിലും ഒരു സിനിമ കാണാൻ പോകുന്നത് അയാളുടെ റിവ്യൂ കണ്ടിട്ടല്ല, വന്നിട്ട് ഞാൻ കാണുന്ന ഒരാളാണ്. അയാൾ ഞാൻ ചിന്തിച്ചതുപോലെയാണ് അയാൾ ചിന്തിച്ചോ എന്ന് നോക്കാറുണ്ട്. പക്ഷെ മറ്റു പലരും എൻ്റെ അനുഭവത്തിൽ എനിക്കൊരു ക്രിയേറ്റീവായിട്ടോ അല്ലെങ്കിൽ ഗുണകരമായ ഒരു സജഷനോ എൻ്റെ അടുത്ത സിനിമയിൽ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പോസിറ്റീവ് തിങ് ഒന്നും കിട്ടിയിട്ടില്ല. അതാണ് സത്യം. ഇത്തരം റിവ്യൂ ചെയ്യുന്ന ആൾക്കാരൊക്കെ തള്ളി പറയുമല്ലേ. ഇപ്പോൾ വനിതാ തിയേറ്ററിൽ ഡെയിലി റിവ്യൂ പറയുന്ന കുറേ ആൾക്കാരുണ്ട്, പേരെടുത്ത് പറയുന്നില്ല. അപ്പം ഇത്തരക്കാരെ തന്നെ ഇപ്പം നമ്മുടെ മെയിൻ സ്ക്രീനിരിക്കുന്ന ഡയറക്ടർ ജീത്തു ജോസഫ് സാറിൻ്റെ സിനിമയിൽ ഇത്തരക്കാരെ തന്നെ അഭിനയിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഓണചിത്രമായ ഒരു സിനിമയിൽ ഈ റിവ്യൂ പറയുന്ന ആൾക്കാരെ ഉപയോഗിക്കുന്നുണ്ട്. അതായത് അവരുടെ സിനിമയ്ക്ക് റീച്ച് കിട്ടാൻ വേണ്ടി. അത് നല്ല കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ? കാരണം നമ്മൾ ദൃശ്യം പോലൊരു സിനിമ എടുത്ത സംവിധായകൻ്റെ സിനിമയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സിനിമയുടെ പേര് നുണക്കുഴി. ആ സിനിമയിൽ ഈ പറയുന്ന ഒരാൾ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഓണചിത്രമായ ഒരു സിനിമയിൽ ഈ പറയുന്ന സിനിമയുടെ പേര് പറയുന്നില്ല, അത് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഈ എല്ലാവരും തള്ളി പറയുന്ന ആൾക്കാരെ വെച്ച് അഭിനയിപ്പിക്കുകയാണ്. കാരണം സിനിമയുടെ റീച്ചിന് വേണ്ടി, സിനിമ മറ്റുള്ളവരിലേക്ക് എത്താൻ വേണ്ടി. അത് നല്ല കാര്യമാണെന്ന് ജീത്തു ജോസഫ് എന്ന് പറയുന്ന ഒരാള് നീ പറയുന്ന ആളിനെ വെച്ചാലേ അയാളുടെ പടത്തിന് റീച്ച് വരുള്ള എന്തോന്ന് വിചിത്രത്തെ പറയുന്നത്. അയാളുടെ അടുത്ത് ഇതിന് ചോദിച്ചു കാണും, ജീത്തു ജോസഫിനെ മനസ്സിലാക്കി കാണുമല്ലോ ഇന്ന ആളാണെന്ന്. ഒരു വേഷം നിൽക്കാം, അല്ലെങ്കിൽ അത് കഥയിൽ പ്രധാനപ്പെട്ട വേഷമൊന്നുമല്ലല്ലോ കൊടുത്തത്. പിന്നെ നീ പറഞ്ഞാൽ ഓണചിത്രം എന്ന് പറഞ്ഞതിൽ അയാൾ ഒരാളെ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞത് ശരിയാണ്, അതൊക്കെ തെറ്റാ. ഈ ആള് ഇന്ന ആളിനെ ഉപയോഗിച്ചുകൊണ്ട് പബ്ലിസിറ്റി ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഒരു ഉപയോഗമില്ലാത്ത ഒരാളിനെ ഒരു ആക്ടറായിട്ട് തെളിയിക്കുകയോ എന്തെങ്കിലും ശേഷിയുണ്ടെന്ന് തോന്നാത്ത ഒരാളിനെ പിടിച്ച് അതിൽ ആ ഓണചിത്രം നുണക്കുഴിയല്ലല്ലോ. ഞാൻ വേറൊരു സിനിമയുടെ കാര്യം പറയുന്നത് ഞാൻ കണ്ടതാ. അതാണ് ഇപ്പൊ ജീത്തു ജോസഫിനെ പോലെ ഇത്രയും ഹിറ്റ് ഉണ്ടാക്കിയ ഒരാളിന് പടം റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാളെ കൊണ്ടു നിർത്തേണ്ട കാര്യം അത് ഞാൻ വിചാരിക്കുന്നില്ല. എന്നിട്ട് നമ്മൾ അവരെ തള്ളി പറയുമല്ലേ? അല്ല, ഞാൻ തള്ളി പറയുന്നുണ്ടല്ലോ ഓൾറെഡി. സിനിമാക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ കയ്യിലുള്ളൊരു സാധനമല്ല, അത് സിനിമാക്കാരുടെ കയ്യിലുള്ള സാധനമായതുകൊണ്ട് നമുക്ക് നിലവിൽ ഒരഭിപ്രായം പറയുക സാധ്യമല്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. ഈ റിവ്യൂ നടത്തുന്നവരെയും വിടാം, നിരൂപണം നടത്തുന്നവരെയൊക്കെ വിടാം. സാധാരണക്കാരനെ സംബന്ധിച്ചോളം ഇപ്പം ഇന്നത്തെ കാലത്ത് പണത്തിന് ഏറ്റവും മൂല്യമുള്ളൊരു കാലഘട്ടത്തിൽ ഒരു 200 രൂപ മുടക്കി നമ്മൾ തിയേറ്ററിൽ ചെന്ന് ഇരിക്കുമ്പോൾ
അവർ ഒരു ഏറ്റവും സാധാരണക്കാരൻ, ഈ പറഞ്ഞ ടെക്നിക്കലായിട്ട് അറിയില്ല, ഒന്നുമില്ല, പക്ഷേ അവൻ നന്നായിട്ട് വായിക്കുന്ന ഒരാളായിരിക്കും. ഇപ്പോൾ മലയാളി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പത്രം വായിക്കുന്ന ആളാണ്, തർക്കമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് പത്രം വായനയൊക്കെ ഉള്ള ആളായിരിക്കും, പക്ഷെ വേറെ ഒരു ഇതുമില്ല. അപ്പോൾ അയാളുടേതായ ഭാവനയിൽ മീൻസ് ഒരു പ്രതീക്ഷ ഉണ്ടാവും. ആ പ്രതീക്ഷക്കൊത്ത് ഉയർന്നില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും, പരസ്പരം ഇങ്ങനെ ഒരു വിലയിരുത്തലുണ്ടാവും, നല്ലതും ഉണ്ടാവും ചീത്തയും ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അത്തരം വിലയിരുത്തലുകൾ പെട്ടെന്ന് പറഞ്ഞ പോലെ അതും പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ പെട്ടെന്ന് വ്യാപകമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇത് ഉണ്ടാവുമ്പോൾ എന്താണ് ഈ സംവിധായകനെ കുറിച്ച് അല്ലെങ്കിൽ സിനിമ ഈ ഇതിൻ്റെ പിന്നണിയിൽ നിൽക്കുന്നവർക്ക് ഇത്തരം പോസിറ്റീവും നെഗറ്റീവും എത്തരത്തിലാണ് അവർ ഉൾക്കൊള്ളുന്നത്? ഞാനത് പൂർണ്ണമായിട്ടും അങ്ങനെ വരുന്ന അഭിപ്രായങ്ങളെ സ്വീകരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. സംവിധായകനാണെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ടും ബാധ്യസ്ഥനാണ്. ഫേസ്ബുക്കിൽ ഒക്കെ ആൾക്കാർ എഴുതുന്ന അഭിപ്രായങ്ങൾ അത് മോശമാണ്, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അത് സ്വീകരിക്കണം. അതിനാണ് പ്രേക്ഷകരിലേക്ക് സിനിമ വിടുന്നത്. പൈസ കിട്ടേണ്ടതും അത് വിജയിക്കേണ്ടതും സംവിധായകൻ എന്നുള്ളൊരു പ്രൊഡ്യൂസറുടെയും കൂടെ ആഗ്രഹമാണ്. പക്ഷേ ഇപ്പോൾ ഒരാൾ, ഞാൻ പറയല്ല ചേട്ടാ, ഞാൻ വളരെ ചൂസ് ചെയ്തിട്ടാണ് സിനിമ കാണാൻ പോകുന്നത്. കാരണം 1000 രൂപ കൊടുക്കണം ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളെ കുറച്ച് പേരെ സിനിമയ്ക്ക് പോകാനായിട്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും നല്ല സിനിമ എന്ന് തോന്നുന്ന സിനിമയ്ക്ക് ഞാൻ പോകും. ഞാൻ സിനിമാക്കാരനാണെന്ന് കരുതിയിട്ട് എല്ലാ സിനിമയ്ക്കും പോകാൻ എനിക്ക് പറ്റില്ല. എൻ്റെ എല്ലാ സുഹൃത്തുക്കളും വിളിച്ചിട്ട് ഈ പടം കാണണമെന്ന് പറയും, എനിക്ക് പറ്റില്ല. ഞാൻ വിചാരിക്കും OTT കാണാമെന്ന് വിചാരിക്കും. ഇതാണ് സത്യം. അപ്പോൾ എനിക്ക് ആ പടം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് ഫേസ്ബുക്കിൽ എഴുതാനുള്ള അവകാശം എനിക്കുണ്ട്, പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ എനിക്കുണ്ട്. അത് എല്ലാവർക്കും ഉണ്ട്. അത് അംഗീകരിച്ചുകൊണ്ട് മാത്രം ഇവിടെ സിനിമാക്കാർ മുന്നോട്ട് പോയാൽ മതി. അതല്ലാതെ മോശം എഴുതുന്ന ആളിനെ അങ്ങനെയൊന്നുമില്ല. ഇതാണ് സത്യം. പക്ഷേ അതിനൊക്കെ ഉപരി നല്ല സിനിമകൾ സംഭവിക്കുമ്പോൾ ഇവിടെ നല്ല നിരൂപണങ്ങൾ വരുന്നുണ്ട്. എത്ര പേര് വായിക്കുന്നുണ്ട്? ഒരു നല്ല നിരൂപണം ഇപ്പം സ്വാതി അല്ലെങ്കിൽ ഇവരൊക്കെ എഴുതുന്നുണ്ട്. നിങ്ങൾ എത്ര പേര് വായിച്ചിട്ടുണ്ട്? അത് ആ സിനിമയുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമയെ കുറിച്ചിട്ടായിരിക്കും. ദൃശ്യം എന്ന് പറയുന്ന ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണ്. ആ സിനിമയെക്കുറിച്ച് ഇവിടെ നിരൂപണങ്ങൾ വന്നിട്ടുണ്ട്. എത്ര പേര് വായിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഫേസ്ബുക്കിൽ എഴുതുന്നതും സോഷ്യൽ മീഡിയയിൽ എഴുതുന്നതും മറ്റൊരാളോട് പറയുന്നതും ഒക്കെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അത് നെഗറ്റീവോ പോസിറ്റീവോ ആവട്ടെ, ആഗ്രഹിക്കുകയാണ്. അതാണ് സത്യം. ഇത് സിനിമ എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്ത് ഇതിനെ പരിപാടി നടത്തുന്നതിന് മാത്രമാണ് ഒരു സംവിധായകൻ, ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലയിൽ എനിക്ക് വിയോജിപ്പ്. എല്ലാ ചോദ്യങ്ങളും സംവിധായകനായതുകൊണ്ട് എൻ്റെ അടുത്തേക്കാണ് വരുന്നത്. ഇവർക്കാണ് സത്യത്തിൽ കൂടുതൽ ആൻസർ നൽകാൻ പറ്റുന്ന ആൾക്കാർ. അതായത് ഈ ഒത്തൻറ്റിസിറ്റി എന്ന് പറയുന്നുണ്ടല്ലോ, മീൻസ് നല്ല റിവ്യൂ ഇല്ലെങ്കിൽ നല്ല റിവ്യൂയിലേക്ക് തിരിച്ചു പോകണം, അല്ലെങ്കിൽ നല്ല റിവ്യൂവേഴ്സിൻ്റെയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറയുന്നുണ്ടല്ലോ. അവരുൾപ്പെടെ എല്ലാം സബ്ജക്റ്റീവായിട്ട് ഇതിനെ വായിച്ച് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞപ്പോൾ ഈ റോജർ എബേർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ വലിയൊരു ക്രിട്ടിക്കായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ സ്റ്റിൽ അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഗംഭീരമായിട്ട് കണക്കാക്കപ്പെടുന്ന, അല്ലെങ്കിൽ മറ്റുള്ള രാജ്യത്തിൽ നിന്നുള്ള ആൾക്കാർ ഗംഭീരമായി കണക്കാക്കപ്പെടുന്ന സിനിമകൾ അങ്ങനെ ഗംഭീരമായിട്ട് കണക്കാക്കുന്നില്ല. സോ സ്റ്റിൽ അതൊരു സബ്ജക്റ്റീവായിട്ടുള്ളൊരു വ്യൂ ആണ്. അങ്ങനെ വരുന്ന സമയത്ത് അൾട്ടിമേറ്റ്ലി ഇതാണ് നല്ലൊരു റിവ്യൂവർ അല്ലെങ്കിൽ ഇതാണ് നല്ലൊരു റിവ്യൂ ആയിട്ട് കണക്കാക്കുന്ന സമയത്ത് ഒരു ഹോളായിട്ടുള്ള ട്രൂത്തിൻ്റെ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവിനെ ഒഴിച്ച് കളയുന്ന പോലെ ആവില്ലേ? അങ്ങനെ ഒരു സാധനം ഉണ്ടോ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ കഹിയർ ഡു സിനിമ ഉണ്ടല്ലോ, അവർ അമേരിക്കൻ സിനിമയിൽ ഭയങ്കര ഒബ്സസ്ഡ് ആയിരുന്നു, പ്രത്യേകിച്ച് ഹിച്ച്കോക്കും ആ രീതിയിലൊക്കെ. അതേസമയം ഇംഗ്ലീഷ് സിനിമേൻ്റെ മൂവ്മെൻറ്റ് അവരധികം കൺസിഡർ ചെയ്തിട്ടില്ല എന്നൊരു വിമർശനമുണ്ട്. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്, ആ രീതിയിൽ തന്നെ ഉണ്ടാവുക. പക്ഷെ എനിക്ക് തോന്നിയത് എപ്പോഴും നമ്മുടെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതുമായിട്ട് അത് കണക്റ്റ് ആവുന്നില്ലാണ്. ഇപ്പോൾ ഞാൻ റോജർ എബേർട്ടിന് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ആളാണ്. എനിക്ക് അമേരിക്കൻ ക്രിറ്റിക്സിൽ ജെറി റോസൻബോമൊക്കെയാണ് ഞാൻ വായിക്കാറ്. ഞാൻ അതാണ് പഠിച്ചിട്ടുള്ളത് വായന എന്ന രീതിയിൽ. എനിക്ക് അയാളുടെ ഇതിനോടാണ് താല്പര്യം. റോജർ എബേർട്ട് റിവ്യൂ ഞാൻ അത്ര സീരിയസ് ആയി കണ്ടിട്ടില്ല, എൻ്റെ പേഴ്സണൽ ടേസ്റ്റ് കാരണം, വേറെ പ്രശ്നം കൊണ്ടല്ല. അപ്പോൾ ഇപ്പം ടാക്സി ഡ്രൈവർ അയാൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്, പക്ഷേ വേറെ ഒരാളോട് ചോദിച്ചാൽ അത് വളരെ മോശം സിനിമയാണെന്ന് പറയാറുണ്ട്. അതുണ്ട്, പക്ഷേ നമ്മുടെ ടേസ്റ്റുമായിട്ട് അത് കണക്റ്റ് ആവുന്നില്ലാണ്. ഇപ്പം സിനിമാപരമായി പറഞ്ഞാൽ തന്നെ ഇപ്പം ഞാനൊരു സിനിമ ചെയ്തിട്ട് ഞാൻ ഡോക്യുമെൻ്ററി ആയിട്ടുണ്ട്. അപ്പോൾ ആ ഡോക്യുമെൻ്ററി 10 ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, 60 ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അതാണ് എൻ്റെ ഒരു റേഷ്യോ, എൻ്റെ വർക്കിന് സ്വീകാര്യതയുടെ. അപ്പം ഈ കാണുന്ന ആൾക്കാർ എന്നോട് വിമർശനം പറയാറുണ്ട്, നല്ലതും പറയാറുണ്ട്. പക്ഷേ നല്ലത് പറഞ്ഞുകൊണ്ട് എനിക്ക് അതിനോട് പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടാവാറില്ല, വിമർശനം പറഞ്ഞുകൊണ്ടും നന്നായി തോന്നാറില്ല. പക്ഷേ നല്ലത് പറയുന്നതിൽ അവരൊരു ഇൻസൈറ്റ് എനിക്ക് തരുമല്ലോ, അന്നേരമാണ് എനിക്കത് ഓക്കെ കൊള്ളാം, നല്ല റീഡിംഗ് ആണെന്ന് തോന്നാറ്. വിമർശനം പോലെ തന്നെ ഇപ്പം വിമർശനത്തിൻ്റെ അത്ര ഇൻസൈറ്റ് തന്നാൽ അത് ഞാൻ ഓക്കെ സെറ്റപ്പാണ്, ഞാൻ ആലോചിക്കാത്തൊരു കാര്യമാണല്ലോ. എപ്പോഴും ഞാൻ ഈ രീതിയിലാണ് നോക്കാറ്. ഞാൻ ഇത് എൻ്റെയും പേഴ്സണൽ ടേസ്റ്റിൻ്റെ കാര്യമാണെന്ന് പറയുന്നത്. റിവ്യൂ ഏത് സ്കൂളിലേക്ക് പോകണം, ഏത് തോട്ടിലേക്ക് പോകണം, എങ്ങനത്തെ സിനിമയാണ് എനിക്ക് താല്പര്യം. അപ്പോൾ എനിക്ക് ഈ പരീക്ഷണ സിനിമകൾ, കുറച്ചും കൂടി B ഗ്രേഡ് സിനിമകൾ, ഇതൊക്കെയാണ് താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന ട്രൂഫോ ഇത്തരം ആൾക്കാരിലേക്ക് പോയിട്ടുള്ളത്. സോ
ആത്യന്തികമായി ഇത് ടേസ്റ്റിൻ്റെ കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. മറ്റ് ചോദ്യങ്ങളൊന്നുമില്ലെങ്കിൽ എനിക്കൊരു ചോദ്യം വീണ്ടും പാനലിസ്റ്റിനോട് ചോദിക്കാനുള്ളത്, നേരത്തെ സൂചിപ്പിച്ച പോലെ നിരൂപണം ഏതാണ്ട് അവസാനിക്കുകയാണ്, കാലഹരണപ്പെട്ട് പോവുകയാണ് എന്നൊരു വാദം പല ഭാഗത്തായിട്ടുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട് പല നിരൂപകരും അതുപോലെ തന്നെ ചിന്തകരും എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം നിലവിൽ കേരളത്തിലുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം നിലവിൽ സമീപഭാവിയിൽ സംഭവിക്കുമോ എന്നൊരു എന്താ പറയുക, ഭയമോ അല്ലെങ്കിൽ അങ്ങനൊരു ചിന്തയോ ഉണ്ടോ എന്നാണ് എനിക്ക് എല്ലാവരോടും, ഇക്കൂട്ടത്തിലുള്ള എല്ലാവരോടും ചോദിക്കുന്നത്. എല്ലാവരും ഇക്കൂട്ടത്തിൽ എഴുതുന്നവരാണ്. അപ്പോൾ നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് തുടർച്ചയായിട്ടുള്ള ഫിലിം ക്രിട്ടിക്കുകൾ അല്ലെങ്കിൽ നിരൂപകർ, ഈ പറഞ്ഞ പോലെ റിവ്യൂവേഴ്സ് അല്ലാതെ, അശ്വന്ത് കോക്കിനെ പോലെ അല്ലാതെ എന്ന് പറയാവുന്ന റിവ്യൂവേഴ്സിനെ പോലെ അല്ലാതെ ഉള്ള മറ്റ് ക്രിട്ടിക്കുകൾ വീണ്ടും സാധ്യമാണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നേരത്തെ സൂചിപ്പിച്ച പോലെ അത് കാലഹരണപ്പെട്ട് പോവുകയാണോ എന്നൊരു ചോദ്യം മലയാളത്തെ സംബന്ധിച്ച്. ഇത് ആക്ച്വലി ഒരു ആശയമാണ്. പോസ്റ്റ് ക്രിട്ടിക്കാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കലാലോകത്ത് വലിയ ചർച്ച നടക്കുന്നൊരു സംഭവമാണ് ഈ പറയുന്നത്. നിരൂപണം അവസാനിച്ചോ ഇല്ലയോ, എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നൊക്കെ. മലയാളത്തിൽ എൻ്റെ ഒരു കാര്യം എനിക്ക് എപ്പോഴും തോന്നിയിട്ടില്ല എന്താ വെച്ചാൽ, നമ്മൾക്ക് ഒരു ആധികാരികമായ പുസ്തകം ശരിക്കും ഇല്ല. ഇപ്പോൾ ഇവിടെയുള്ള എല്ലാ നിരൂപകരും എഴുതിയിട്ടുള്ളത് മാർക്സിസ്റ്റ് സൗന്ദര്യശാസ്ത്രം, ചിന്തരവി, ഇതാണ് ഒരു അടിസ്ഥാനം ഇവരുടെ പുസ്തകത്തിനൊക്കെ. ഇത് പക്ഷേ അൽത്തുസർ എന്നൊക്കെ പറഞ്ഞ പാശ്ചാത്യ ചിന്താപരമായിട്ട് ഡെവലപ്പ് ചെയ്ത ആശയമാണ്. അതിൻ്റെ അകത്ത് എങ്ങനെയാണ് സിനിമയെ സമീപിക്കേണ്ടത്, എങ്ങനെയാണ് ഈ പ്രത്യയശാസ്ത്രം വർക്കാവുന്നത്, ഇതൊക്കെയാണല്ലോ അടിസ്ഥാനപരമായ ചോദ്യം. അപ്പോൾ ഇതല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത് നമുക്കൊരു ഒരു ഒരു പുസ്തകമോ ആശയമില്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആശയം ഉണ്ടാവുന്നുണ്ടോ വെച്ചാൽ ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് ഈ പുറത്തുള്ള ചിന്തകരൊക്കെ ഉണ്ട്. എന്താ പറയണ്ടേ, ഹൈദരാബാദിലും അല്ലെങ്കിൽ സബാൾട്ടേണിസ്റ്റായ എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ, കാഞ്ചാലേഖനെ പോലത്തെ ആൾക്കാരൊക്കെ ഇത്തരം ചിന്തകൾ വികസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെ ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാവുന്നില്ലാണ്. ആ രീതിയിൽ എന്തായാലും പുതിയൊരു ഭാഷ ഉണ്ടാക്കാനും പറ്റും. പക്ഷെ നമ്മളെ കുറച്ചും കൂടി വ്യക്തമായി പറഞ്ഞാൽ, നമ്മൾ ഭയങ്കര ഈ സോഷ്യലിസ്റ്റ് റിയലിസത്തിൻ്റെ അകത്ത് കുടുങ്ങിക്കിടക്കുവാണ്. അപ്പോൾ അല്ലാത്ത സിനിമകൾക്ക് ഇപ്പോഴും നമ്മൾക്ക് അല്ലെങ്കിൽ ആലോചനകൾക്കും നമ്മൾക്ക് ഒരു സ്പേസ് വന്നിട്ടില്ല. അപ്പോൾ ഒരു സോഷ്യൽ റിയലിസ്റ്റ് അല്ലാത്തൊരു വേറെ സ്കൂൾ ഓഫ് തോട്ട് അല്ലെങ്കിൽ റിയലിസത്തിൻ്റെ മറ്റ് സാധ്യതകൾ അന്വേഷിക്കുന്ന തോട്ടിൽ ഒരു പുസ്തകങ്ങളോ ആലോചനകളോ അല്ലെങ്കിൽ നിരൂപണങ്ങളോ ഉണ്ടാവുന്ന, അതിലൂടെ നമ്മൾക്ക് പുതിയ ആലോചന ഉണ്ടാവുന്നതെന്നാണ് എൻ്റെ വാദം. ഇവിടെ സൂചിപ്പിച്ച പോലെ ഡെത്ത് ഓഫ് ഫിലിം ക്രിറ്റിസിസം, എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ആശയം ഇടക്കാലത്ത് വന്നിരുന്നെന്ന് തോന്നുന്നു. അങ്ങനെ ഒന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ ഓരോ കാലത്തിനും അനുസരിച്ചുള്ള സിനിമാ നിരൂപണങ്ങളല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പറയുന്നത് പോലെ അതിൻ്റെ ഏത് ആസ്പെക്റ്റ്, എനിക്ക് തോന്നുന്നു ആസ്പെക്റ്റ് അനാലിസിസ് ശരിയാണ്. ഈ പറയുന്ന ഒരു സെർട്ടൺ ആസ്പെക്റ്റിലുള്ള അനാലിസിസുകളാണ് കൂടുതലും കണ്ടുവരുന്നത്. അതല്ലാതെയുള്ള എനിക്ക് തോന്നുന്നു കൂടുതലും സാങ്കേതികതയിൽ ഊന്നിയിട്ടുള്ള പഠനങ്ങളൊന്നും അങ്ങനെ അധികം കാണാറേയില്ല. ഈ പറഞ്ഞ വിദേശ സർവകലാശാലകൾ, കേരളത്തിന് പുറത്തുള്ള നിറയെ സർവകലാശാലകളൊക്കെ കേന്ദ്രീകരിച്ച് ധാരാളം പഠനങ്ങൾ വരാറുള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്കിത് മരിച്ചുപോയി എന്നൊന്നും പറഞ്ഞ് അങ്ങനെ തള്ളിക്കളയാനാവില്ല എന്ന് തോന്നുന്നു. രണ്ടാമത് ഇവിടെ വേറൊരു പോയിന്റ് പറഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരിക, അത് റിവൈവൽ ട്രെൻഡിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാത്തിനെയും തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ തിരിച്ചു കൊണ്ടുവരല്ല, പുതിയ കാലത്തിനൊത്ത മാറ്റങ്ങൾ കൊണ്ടുവരികയും ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള കൂടുതൽ പഠന സാധ്യതകൾ സിനിമാ പഠനത്തിൽ ആവിഷ്കരിക്കുകയാണ് വേണ്ടതെന്നാണ് തോന്നുന്നത്. വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് വീണ്ടും കോക്കിനെ മെൻഷൻ ചെയ്തു. എന്തിനാണ് ഈ കോക്കിനെ പേടിക്കുന്നത്? ഈ കോക്ക് ഈ റീസെൻ്റ്ലി നല്ല സിനിമകൾ ഒരുപാട്, പല്ലൊട്ടി പുള്ളി നല്ല പടം എന്ന് പറഞ്ഞ് വിജയിച്ചിട്ടില്ല. അല്ല, വീണ്ടും വീണ്ടും കോക്കിനെ മെൻഷൻ ചെയ്യുന്നതുകൊണ്ട് പറയുന്നതാണ്. പിന്നെ ഭീഷ്മ പുള്ളി ഭയങ്കര മോശം സിനിമയെന്ന് പറഞ്ഞു. മലയാളം കണ്ട ഏറ്റവും വലിയ ഹിറ്റാണ്. മഹാവീര്യർ പുള്ളി ഭയങ്കര കിടിലം എന്ന് പറഞ്ഞു. പടം പരാജയപ്പെട്ടു പോയി. ഇപ്പോൾ റീസെൻ്റ്ലി വന്ന സ്ഥാനാർത്ഥി കുഞ്ഞു പടമാണ്, പുള്ളി അതിഗംഭീരം എന്ന് പറഞ്ഞ് ആൾ കയറിയിട്ടില്ല. എന്തിനാണ് ഈ കോക്കിനെ വീണ്ടും വീണ്ടും മെൻഷൻ ചെയ്യുന്നത്? ഇപ്പോൾ കോക്കിൻ്റെ റിവ്യൂ കണ്ടാലും കണ്ടില്ലെങ്കിലും സിനിമ കാണേണ്ട ഒരു സിനിമ കാണും. അതിപ്പോൾ കോക്കിൻ്റെ റിവ്യൂ കണ്ടിട്ട് ഞാൻ ഈ സിനിമ കാണുന്നില്ല എന്ന് തീരുമാനിക്കുന്ന ആൾക്കാർ എത്ര ആൾക്കാരുണ്ടെന്ന് എനിക്കറിയില്ല. അത് ഓഡിയൻസ് ആണ് തീരുമാനിക്കുന്നത്, അവരാരെയാണ് കേൾക്കേണ്ടത്, അവരാരെയാണ് വായിക്കേണ്ടത് എന്നുള്ളത്. അല്ല, വീണ്ടും വീണ്ടും മെൻഷൻ ചെയ്യുവാണ് കോക്കിനെ പറ്റി മെൻഷൻ ചെയ്യുന്നത് വേർത്തായതുകൊണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ സ്ഥാനാർത്ഥി ശ്രീകൂടം ഇവിടെ ഹിറ്റ് അടിക്കണ്ടേ? കോക്കിനെ മെൻഷൻ ചെയ്യാൻ അവസാനം ഉണ്ടായ കാരണം നിരന്തരം ഇവിടെ കോക്ക് എന്ന പേര് ഉയർന്നു വന്നുകൊണ്ട് മാത്രമാണ്. പേര് താങ്കൾ പറഞ്ഞിരുന്നെങ്കിൽ ആ പേര് കൂടി ഞാൻ പറയുമായിരുന്നു. തൽക്കാലം പറഞ്ഞത് ഞങ്ങൾ ആരുടെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, അത് പക്ഷെ കോക്കിന്റെ പേര് വന്നിരുന്നു. ബിജിത്തെ, ഇപ്പോൾ കുറച്ചു മുമ്പ് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം എന്ന് പറയുന്നത് മലയാള സിനിമയിലെ നിരൂപണം എന്ന് പറയുന്നത് നശിച്ചു കൊണ്ടിരിക്കുകയാണോ എന്നുള്ളതാണ്.
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അത് കൊമേഴ്ഷ്യൽ സിനിമയിലാണെങ്കിലും അല്ലാത്ത സിനിമയിലും അതിൽ പിടിച്ചുള്ളൊരു ചർച്ചയിൽ മേൽ അതിന് മുമ്പേ വന്ന ഒരു വാക്ക് വെച്ചിട്ട് ഒരാളിൻ്റെ പേര് വെച്ചിട്ട് ആ പ്രധാനപ്പെട്ട വിഷയത്തെ വഴിതിരിച്ചു വിടുകയാണ് ഇപ്പോൾ ബിജിത്ത് ചെയ്തിരിക്കുന്നത്. ബിജിത്താണ് ശരിക്കും പറഞ്ഞാൽ ഈ കോക്കിൽ തൂങ്ങിക്കിടക്കുന്നത്. ഞങ്ങൾ ആ വിഷയത്തിൻ്റെ ഞാൻ തന്നെ ആ വാക്ക് അശ്വന്ത് കോക്കിനെ പറ്റി പറയേണ്ടി വന്നപ്പോൾ ഞാൻ അശ്വന്ത് കോക്കിനെ പറ്റി നല്ലതാണ് ഞാൻ പറഞ്ഞത്. അശ്വന്ത് കോക്കല്ല ഇവിടുത്തെ വിഷയം. ചലച്ചിത്ര നിരൂപണം എന്ന് പറയുന്നത് ഒരു മഹത്തായ കലയാണ്. അത് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഒരു കലയാണ്. ഓരോ സിനിമയും നിലനിൽക്കുന്ന കലയാണ്. എൻ്റെ ആളൊരുക്കം എന്ന് പറയുന്ന സിനിമ അധികം പേര് കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ അതിൻ്റെ റിവ്യൂസ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അത് പ്രധാനപ്പെട്ടതിനെ വഴിതിരിച്ച് നീട്ട് വേറെ അർത്ഥത്തിലേക്ക് ഈ ചർച്ചയെ കൊണ്ടുപോവുകയാണ് സത്യത്തിൽ ബിജിത് വിജയൻ്റെ ചോദ്യങ്ങൾ. അതാണ് എനിക്ക് പറയാനുള്ളത്. വളരെ ഇതിനിപ്പോഴും ഒരു ശരിയുള്ള ആൻസർ കിട്ടിയിട്ടില്ല. നമ്മൾ അതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ബിജിത്ത് അത് സമ്മതിക്കും. ഓപ്പൺ ഫോറത്തിൻ്റെ സമയം അവസാനിച്ചിരിക്കുകയാണ്. ഇവിടെ വന്ന എല്ലാവർക്കും, ഈ പാനലിസ്റ്റിലെ മുഴുവൻ പേർക്കും നന്ദി പറഞ്ഞുകൊണ്ടും സദസ്സിലുള്ള മുഴുവൻ ഓഡിയൻസിന് നന്ദി പറഞ്ഞുകൊണ്ടും ചടങ്ങ് അവസാനിച്ച് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.